നമ്മളൊരു സൊസൈറ്റിയെ പ്രോഗ്രസീവ് ആണ് എന്ന് പറയുമ്പോഴും എല്ലാ കാലത്തും അനുഭവിച്ചു പോരുന്ന കുറേ സോഷ്യൽ ത്രട്ടുകളുണ്ട്. അതിലൊന്നാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. വികസിത രാജ്യങ്ങളായാലും ശരി, അവികസിത രാജ്യങ്ങളായാലും ശരി, വികസ്വര രാജ്യങ്ങളായാലും ശരി, അവിടുത്തെ ഭരണകൂടവും അവിടുത്തെ ഈ നിയമപാലന സംവിധാനവും ഏറ്റവും എൻഡിൽ വ്യക്തികളും കുടുംബവും സൊസൈറ്റി മുഴുവൻ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഡ്രഗ്സിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് വ്യക്തിയിലും സമൂഹത്തിലും ബാധിക്കുന്നത്, ബ്രെയിനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ ഇഷ്യൂ എന്ന് പറയുന്നത്. അതിന് മുമ്പായിട്ട് നോക്കപ്പോൾ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ തോന്നുന്നു. എന്തുകൊണ്ടാണ് ഈ ഡ്രഗ്സ് ഉപയോഗം ബ്രെയിനിനെ ആഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ബ്രെയിനിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. വളരെ പ്രസക്തമായ വിഷയം തന്നെയാണിത്. അപ്പോൾ ആദ്യമായിട്ട് ബ്രെയിനിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വികസിച്ച ഭാഗമാണല്ലോ കോർട്ടെക്സ് എന്ന് പറയുന്ന മുകൾ ഭാഗം. അതിൽ തന്നെ പല സബ് ഡിവിഷൻസ് ഉണ്ട്. മയക്കുമരുന്നുകളും ആസക്തിയുമായി ബന്ധപ്പെട്ട ബ്രെയിനിൻ്റെ ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ ടെക്നിക്കൽ ടൈം, സാങ്കേതിക പദം മെസോലിംബിക് സിസ്റ്റം എന്നാണ്. അത് കുറച്ചൊരു സയൻറ്റിഫിക് ടൈമാണ്, പക്ഷെ അതിൻ്റെ പേരതാണ്. അങ്ങനെ ഒരു പേരിലുള്ള ഒരു സ്ട്രക്ചർ, ഒരു ഘടന മസ്തിഷ്കത്തിലുണ്ട്, മെസോലിംബിക് സിസ്റ്റം. അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിലധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നമുക്കറിയാവുന്ന പദാർത്ഥം ഡോപ്പമിനാണ്. അതൊരു ഹാപ്പി ഹോർമോൺ. ഹാപ്പി ഹോർമോൺ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് കേംബ്രിഡ്ജിലുള്ള ഡോക്ടർ രാജീവ് കൃഷ്ണദാസ്, അദ്ദേഹം വളരെ ഉന്നതമായ പദവിയിലിരിക്കുന്ന ഗവേഷണം നടത്തുന്ന എൻ്റെ സുഹൃത്ത് എൻ്റെ ഒപ്പം പഠിച്ചതാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ആൽബി, ഈ ഡോപ്പമിൻ നമ്മളുടെ സന്തോഷവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ന്യൂറൽ ട്രാൻസ്മിറ്റർ ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഡോപ്പമിൻ എടുത്ത് വെച്ചിട്ട് ഇത് സന്തോഷം ഇരിക്കുന്നു എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇത് ഒരുപാട് ഘടകങ്ങൾ, ബ്രെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും സർക്യൂട്ടുകളൊക്കെ ഉള്ള എന്താ പറയുക, നമ്മളുടെ ഒരു സങ്കീർണമായ ഒരു ഇതൊക്കെയാണല്ലോ ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ഡോപ്പമിൻ ആണ് മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമുക്കറിയാവുന്ന പദാർത്ഥം. ഇപ്പോൾ ചോദിച്ചല്ലോ ഈ മസ്തിഷ്കത്തിൻ്റെ ഇതിൽ തുടങ്ങാന്ന്. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ ഈ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ തുടക്കം ശരിക്കും നമ്മളുടെ എവല്യൂഷനിൽ തന്നെയാണ്. ഇത് ഞാൻ മുമ്പും പറയാറുള്ളൊരു കാര്യമാണ്. ബയോളജി എന്ന് പറയുമ്പോൾ ജൈവ ലോകത്ത് അതിൻ്റെ ഒരു ഭരണഘടന എന്ന് പറയുന്നത് ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമാണ്. അത് സിദ്ധാന്തം എന്നല്ല, നിയമം എന്ന് തന്നെ പറയേണ്ടി വരും. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ ജീവജാലങ്ങൾക്ക് അതിജീവിച്ചു പോകാനുള്ള, അതിജീവനം എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദനത്തിലൂടെ നിലനിന്ന് പോകാൻ അവയെ സഹായിക്കുന്ന ഗുണവിശേഷങ്ങൾ നിലനിന്ന് പോരും. ഹാനികരമായ ഗുണവിശേഷങ്ങൾ നശിച്ചു. അതെ, അതായത് പ്രകൃതിയിൽ നടക്കുന്ന സെലക്ഷൻ. അപ്പം നമുക്ക് നിലനിൽക്കണമെങ്കിൽ, ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഇപ്പോൾ ഭക്ഷണം നമ്മളെങ്ങനെ കഴിക്കുന്നു, ഭക്ഷണം തേടാനുള്ള ഒരു ഇച്ഛാശക്തിയും പ്രചോദനവും വേണം, കായികശേഷി വേണം. പക്ഷെ അതിലേക്ക് നമ്മൾ നയിക്കുന്ന ആ ഡ്രൈവ്, ചോദന, അത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. കാരണം അതുണ്ടായാലേ നമ്മൾ ഭക്ഷണം തേടുള്ളൂ, ഫോറേജിങ്. അത് ഈ പറയുന്ന മെസോലിംബിക് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. നമുക്കതിലേക്കുള്ള ഒരു, അപ്പോൾ ഈ ലഹരിയോട് ആസക്തിയുള്ള പോലെ തന്നെ നമുക്ക് ഭക്ഷണത്തോടും ഒരു ആസക്തി, അല്ലെങ്കിൽ ഒരു വിശപ്പ് എന്ന് പറയുന്ന അപ്പിറ്റൈറ്റ്, അത് ഉണ്ടാവണമല്ലോ. എന്നാലേ നമുക്ക് ഭക്ഷണം തേടാനും അന്വേഷിച്ചു പോകാനും കഴിക്കാനുള്ളൊരു ചോദന ഉണ്ടാവുള്ളൂ. അപ്പം അത് ഈ മെസോലിംബിക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം തേടുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മളുടെ അതിജീവനത്തിനെ അത് സഹായിക്കുന്നു. അങ്ങനെയാണ് ഈ മെസോലിംബിക് സിസ്റ്റം ആ പരിണാമ പ്രക്രിയയിൽ നിലനിന്ന് പോരുകയും അല്ലെങ്കിൽ നിർദ്ധാരണം ചെയ്യപ്പെടുകയും ചെയ്തത്. ഈ മെസോലിംബിക് സിസ്റ്റം തന്നെയാണ് മയക്കുമരുന്നുകളോടുള്ള ആസക്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ അതിന് പരിണാമപരമായിട്ട് ഒരു പശ്ചാത്തലമുണ്ട്. അത് അങ്ങനെ മാറി അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില തെളിവുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മൃഗങ്ങളിൽ ഈ ലഹരിയോട് ആസക്തിയുണ്ട്. ചില മൃഗങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആന, മറുള എന്ന് പറയുന്നൊരു ചെടി, അതിൻ്റെ ഒരു പദാർത്ഥമുണ്ട്. അത് ഈ ആന പലപ്പോഴും പോയി കടിച്ചു തിന്നും. അതുപോലെ മാൻ, അല്ല, ലഹരിയുണ്ട്. മാൻ,
അതുപോലെ ഡോൾഫിൻസ്. ഡോൾഫിൻ എന്താ? ഡോൾഫിൻസ് ഇതുപോലെ ഈ ഉത്തേജനം കിട്ടുന്ന ലഹരിക്ക് സമാനമായ അത് തേടി പോകുന്നുണ്ട്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഈ ആനയുമായിട്ട് വരുന്ന പാപ്പാൻ കള്ളുഷാപ്പിന്റെ മുമ്പിൽ നിർത്തി പാപ്പാൻ കള്ളു കുടിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ആനയ്ക്കും കൊടുക്കും. അപ്പൊ ആനയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ കിട്ടിയില്ലെങ്കിൽ ആന അസ്വസ്ഥയും കാണിക്കും, അല്ലെങ്കിൽ ആ ഷാപ്പിന്റെ അടുത്തെത്തുമ്പോൾ ആന അവിടെ കറക്റ്റ് നിൽക്കും എന്ന് ചെറുപ്പത്തില് കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കള്ളുടി എന്ന് പറഞ്ഞ ഒരു മരപ്പെട്ടി തെങ്ങിന്റെ കള്ള് കുടിക്കില്ലേ? അതെ. മൃഗങ്ങളിലുണ്ട് ഈ വാസനയും ഈ പെരുമാറ്റവും. അപ്പൊ അത് പരിണാമപരമായിട്ട് നിലനിന്ന് പോന്നിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. അതാണ് മനുഷ്യനിലും കാണുന്നത്. അപ്പൊ ബ്രെയിനില് ഇങ്ങനൊരു സ്ട്രക്ചർ ഉണ്ട്. പിന്നെ ചോദിച്ചല്ലോ, ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ മസ്തിഷ്കത്തിൽ സംഭവിക്കുന്ന മറ്റു മാറ്റങ്ങൾ. അതിലിപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം എടുക്കാം, മദ്യം. ഇപ്പം ആൽക്കഹോള് ഒരു പരിധി കഴിഞ്ഞാൽ, അതിൻ്റെ ഉപയോഗം നിത്യേന ഉപയോഗിച്ച് കഴിഞ്ഞാൽ മസ്തിഷ്കത്തിൻ്റെ ഈ കോർട്ടെക്സ് ചുരുങ്ങും. അത് ചുരുങ്ങുമ്പോൾ ഓർമ്മയെയും ബാധിക്കും. വർഷങ്ങളായിട്ട് നിത്യേന ആ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ മസ്തിഷ്കത്തിന് ശോഷണം സംഭവിക്കും, ഒടുവിൽ ഡിമെൻഷ്യ ഉണ്ടാകും. അപ്പം മദ്യം ലിവറിന് മാത്രമല്ല, മദ്യം കഴിച്ച് ഡിമെൻഷ്യ വന്നിട്ടുള്ള നിരവധി രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് റീസൺ നമുക്ക് അറിയാം, വേറെ ഒന്നുമില്ല. അത് മദ്യം, ആൽക്കഹോൾ റിലേറ്റഡ് ഡിമെൻഷ്യ, അത് അങ്ങനെ തന്നെ ഒരു രോഗമുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ അവരുടെ MRI സ്കാനൊക്കെ എടുത്ത് നോക്കിയാൽ മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങൾ ശോഷിച്ചുള്ളതായിട്ട് കാണാൻ പറ്റും. അതിൽ വേറൊരു സ്ട്രക്ചറിന്റെ പേര് മാമലറി ബോഡി എന്നാണ്. അതുപോലെ സെറിബെല്ലം, പിന്നെ കോർട്ടെക്സ്, നമ്മുടെ മെമ്മറിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗങ്ങളെല്ലാം ആൽക്കഹോള് ഒരു പരിധി വിട്ടാൽ അത് ബാധിക്കുന്നുണ്ട്, ആ ഭാഗങ്ങൾ ശോഷിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ നമ്മൾ മദ്യം മയക്കുമരുന്ന് രണ്ടിനെയും രണ്ടാക്കിയിട്ടാണല്ലോ എപ്പോഴും റെഫർ ചെയ്യാറൊക്കെ ചെയ്യാറ്. ഈ മദ്യം താരതമ്യേന ഹാനികരമല്ല എന്നൊരു തെറ്റിദ്ധാരണ ആളുകളിലുണ്ട്. എന്ന് മാത്രമല്ല, സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെ ലൈസൻസ്ഡ് ആയിട്ടുള്ള മയക്കുമരുന്ന് വെക്കാൻ സമ്മതിക്കില്ല, പക്ഷെ മദ്യം വിൽക്കുകയും വരുമാന മാർഗമായി കാണുകയും അതിന്റെ വീര്യത്തിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്യുന്നു. ഈ മദ്യം ഇതിന്റെ ഒരു ഗേറ്റ് വേ ആണ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, മയക്കുമരുന്നിലേക്കുള്ള. അതെങ്ങനെയാണ്? അത് ഈ മദ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ മനുഷ്യന് പറ്റുമോ? അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ ഇതിൽ ഒതുങ്ങി നിൽക്കുന്നത്? അത് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള വിഷയങ്ങളാണ്. പക്ഷെ അതിൽ ചില വസ്തുതകളുണ്ട്. ഇപ്പോൾ മദ്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, വാസ്തവത്തില് നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ ചെറിയൊരു എമൗണ്ട് ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ ആമാശയത്തിൽ ഫെർമെന്റേഷൻ നടക്കുന്നുണ്ട്. ഇതേൽ ആൽക്കഹോളിന്റെ കാര്യം ഞാൻ പറയുന്നത്. ഒരു രോഗാവസ്ഥയിൽ ഈ ഫെർമെന്റേഷൻ വളരെ കൂടുകയും ഒരാൾ ലഹരിക്ക് അടിമപ്പെടുന്ന തരത്തിൽ മദ്യം നമ്മുടെ ആളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യാൻ ഓട്ടോ ബ്രൂവറി സിൻഡ്രോം എന്ന് തന്നെ പറയും. അങ്ങനെയുണ്ട്. രോഗാവസ്ഥയാണത്. അത് വളരെ അപൂർവമാട്ടോ. അങ്ങനെ പറയാം എന്നല്ലാതെ നമ്മൾ അങ്ങനെ സാധാരണമായി കണ്ടുവരാറില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. മെഡിക്കൽ സയൻസിൽ പറയുന്നൊരു രോഗമാണത്. ശരീരം തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അളവിൽ മദ്യം ഉൽപാദനം നടത്തുന്നു. അവർക്ക് ലിവർ പ്രശ്നങ്ങൾ വരെ ഉണ്ടാകുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ. മാറ്റുന്നുണ്ട്. അതപ്പോ അവരുടെ കുറ്റമല്ല. അപ്പൊ അവർക്ക് മദ്യം ആവശ്യത്തിനുണ്ടാകുന്നുണ്ട്, ഒരു സ്ഥലത്തും പോയി മേടിക്കണ്ട. പക്ഷെ അതൊരു രോഗമാണത്, വളരെ റയറാണ്. അതല്ലാതെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ മദ്യം വളരെ ചെറിയ നാമമാത്രമായ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ലോകത്ത് ആരും തന്നെ മദ്യത്തിൽ നിന്ന് 100% മുക്തരല്ല. ഇല്ലില്ല, അത് വളരെ ചെറിയൊരു അമൗണ്ടിൽ നടക്കുന്ന ഫെർമെന്റേഷൻ. അറിയാലോ, നമ്മുടെ ഈ ആമാശയത്തിലും ഡൈജസ്റ്റീവ് സിസ്റ്റത്തില് പല എൻസൈമുകളുണ്ട്, ബാക്ടീരിയകളുണ്ട്. അങ്ങനെ ചെറിയൊരു തോതിൽ ഫെർമെന്റേഷൻ നടക്കുന്നത്. മദ്യത്തിന്റെ അളവാണ് ഒരു ചർച്ചാ വിഷയം. ഇപ്പോൾ WHO പുതിയ ഗൈഡ് ലൈനുകളിലും അതുപോലെ തന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ പറയുന്നത് മദ്യം ഏത് അളവിലും ഹാനികരമാണെന്ന് തന്നെയാണ്. അത് ചെറിയ അളവോ വലിയ അളവോ ഇല്ല. ദർ ഇസ് നോ സേഫ് ലിമിറ്റ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു ഇത് നോക്കുമ്പോൾ ഇതിലൊക്കെ അവരുപയോഗിക്കുന്ന പഠനങ്ങൾ, ആ പഠനങ്ങൾക്കൊക്കെ പരിമിതികളുണ്ട്. അതിൻ്റെ ഫൈൻഡിങ്സിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വളരെ ഡിബേറ്റബിൾ ആണ്. പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, മദ്യം ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകളുടെ
അവയുണ്ടാക്കുന്ന ഹാനികരമായ ഫലങ്ങൾ അളവിനെ ആശ്രയിച്ചിട്ടുള്ളതാണ്. അളവ് കൂടുന്തോറും അതിൻ്റെ ഹാനിയും കൂടും, ദോഷഫലങ്ങളും കൂടും. അപ്പോൾ പണ്ടൊക്കെ സോഷ്യൽ ഡ്രിങ്കിങ് പറയുമായിരുന്നു, റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് 1 or 2 സ്റ്റാൻഡേർഡ് ഡ്രിങ്ക്. അപ്പോൾ അതൊരു യൂണിറ്റാണ്. അത് നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പൊതുവെ ഉണ്ടാക്കാറില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ കൊറോണറി ആർട്ടറി ഡിസീസ് പോലത്തുള്ള അസുഖങ്ങൾക്ക് ചെറിയൊരളവിൽ മദ്യം ഗുണകരമാണ് എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് WHO അതെല്ലാം പരിഷ്കരിക്കുകയും ഇപ്പോൾ ഒരളവിലുള്ള മദ്യവും സേഫ് അല്ല എന്നുള്ളൊരു ഇതിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ പറയുന്ന ഇതിൻ്റെ മറ്റു മയക്കുമരുന്നുകളുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ, ഇത് രണ്ടും തമ്മിൽ കെമിക്കലിയും അതിന്റെ വീര്യത്തിലും എന്ത് തരം ഡിഫറൻസ് ആണ് മദ്യവും ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗും? മദ്യം ഇപ്പൊ ഈതേൽ ആൽക്കഹോൾ, എഥനോള്, അത് ശരീരത്തിൽ ചെന്നാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ട് മസ്തിഷ്കത്തിലെത്തി മസ്തിഷ്കത്തിൻ്റെ കോർട്ടെക്സിനെ ബാധിക്കാൻ തുടങ്ങുന്നു. അത് പിന്നീട് ഒരു അളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബാലൻസുമായി ബന്ധപ്പെട്ട സെറിബെല്ലം അതിനെ ബാധിക്കുന്നു. ബാലൻസ് തെറ്റാൻ തുടങ്ങുന്നു, സംസാരം ശരിയാതെ വരുന്നു, അങ്ങനെയുള്ള ഇഫക്ട്സ് ഉണ്ട്. പിന്നെ ഇപ്പം കഞ്ചാവ് മസ്തിഷ്കത്തിൽ പ്രവർത്തിക്കുന്നത് കനാബിനോയിഡ് എന്ന് പറയുന്ന റിസപ്റ്റേഴ്സ്, അത് ബ്രെയിനിലുള്ള പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ, ഈ റിസപ്റ്റർ എന്ന് പറയുന്നത് മസ്തിഷ്ക കോശമായ ന്യൂറോണിൻ്റെ സന്ദേശവാഹകരാണ്. ഈ റിസപ്റ്റേഴ്സ് രണ്ടെണ്ണം തമ്മിലുള്ള അതെ, ഈ ഇലക്ട്രിക് ഇത് കൈമാറുകയും പിന്നീട് അതിനെ കെമിക്കൽ ഇതായിട്ടൊക്കെ പരിവർത്തനം ചെയ്യുന്ന ട്രാൻസ്മിറ്ററുകൾ, ആ ട്രാൻസ്മിറ്ററുകളെ സ്വീകരിക്കുന്ന ഒരു അതിനാണ് റിസപ്റ്റർ എന്ന് പറയുന്ന പ്രോട്ടീൻ ഘടനകൾ. അപ്പോൾ ആ കഞ്ചാവ് ഈ റിസപ്റ്ററുകളുമായാണ് ചേരുന്നത്. അതിൽ CB1 CB2 എന്ന് പറയുന്ന 2 തരത്തിലുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ശരീരത്തിലും ഈ കഞ്ചാവിന് തുല്യമായ പദാർത്ഥങ്ങളുണ്ട്. ഇതേ ഇഫക്റ്റ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അവയെ അങ്ങനെ വിളിക്കാൻ കാരണം. നമ്മൾ പുറത്തുനിന്ന് ഉപയോഗിക്കുന്ന കഞ്ചാവിൻ്റെ അതേ ഇഫക്റ്റ് തന്നെയാണ് ശരീരത്തിലുള്ള ഈ പദാർത്ഥത്തിനുള്ളത്. അതിനെ നമ്മൾ എൻഡോജീനസ് കന്നാബിനോയിഡ് സിസ്റ്റം എന്ന് വിളിക്കും. അപ്പോൾ ഈ കഞ്ചാവ് ഈ റിസപ്റ്ററുമായിട്ട് ചേരുമ്പോഴാണ് നമ്മൾ ഈ കഞ്ചാവിൻ്റെ ഇഫക്റ്റുകൾ കാണുന്നത്. പിന്നെ ഈ MDMA, അത് ആംഫിറ്റമിൻ വിഭാഗത്തിൽപ്പെടുന്ന മയക്കുമരുന്നാണ്. അത് ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡോപ്പമിൻ്റെ അളവിനെ, അതിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കും. നോറെപ്പിനെഫ്രിൻ, നോറഡ്രിനാലിൻ എന്ന് പറയുന്ന പദാർത്ഥത്തിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇത് രണ്ടും കൂടി ആകുമ്പോൾ പലപ്പോഴും മാനസികമായ വിഭ്രാന്തി ഉണ്ടാവും. പിന്നെ ഈ നോറെപ്പിനെഫ്രിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുമ്പോൾ നമ്മളുടെ ഹാർട്ട് റേറ്റ് കൂടും, ആങ്സൈറ്റി ഉണ്ടാവും, അങ്ങനെയുള്ള ഇഫക്റ്റുകൾ. പിന്നെ ഓപ്പിയം, അതായത് ഈ ഹെറോയിൻ, അങ്ങനത്തെ കറുപ്പ്, അത് പോപ്പി ചെടിയിൽ നിന്നുണ്ടാക്കുന്ന, അത് ഈ ഓപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇതുപോലെ കഞ്ചാവിനുള്ള പോലെ ഓപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് നമ്മുടെ മസ്തിഷ്കത്തിലുണ്ട്. അതിലാണ് ഈ ഓപ്പിയം അല്ലെങ്കിൽ മോർഫിനൊക്കെ ചെന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോഴും ഈ പറഞ്ഞ വളരെ ആ ഒരു ലഹരിക്ക് സമാനമായ ഫലങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു വശം, മറുവശം എന്ന് പറയുന്നത്, ഈ കുറച്ചു കാലം ഈ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് പെട്ടെന്ന് നിർത്തി കഴിയുമ്പോൾ അതിൻ്റെ ശരീരം അവയോട് യൂസ്ഡ് ടു ആയില്ലോ. കുറേ കാലം ഉപയോഗിക്കുമ്പോൾ മസ്തിഷ്കം അതിനോട് ഡിമാൻഡ് ചെയ്യും, അഡാപ്റ്റഡായി. പെട്ടെന്ന് നിർത്തി കഴിയുമ്പോൾ മസ്തിഷ്കത്തിന് അത് കിട്ടാണ്ട് വരുമ്പോൾ ഒരു വെപ്രാളവും ഇൻടോളറൻസ്, വിഡ്രോവൽ സിംറ്റംസ് എന്നാണ് വിളിക്കാൻ. അത് ആൽക്കഹോൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് നിർത്തിയാലുണ്ടാവും. ഈ ഹെറോയിൻ, മോർഫിൻ പോലുള്ളത് കഴിച്ച് പെട്ടെന്ന് നിർത്തിയാലുണ്ടാവും. ഈ മയക്കുമരുന്നുകളെല്ലാം തന്നെ പെട്ടെന്ന് ഒരു ദിവസം കിട്ടാണ്ടായാൽ മസ്തിഷ്കത്തെ ആ രീതിയിലാണത് ബാധിക്കുക. മദ്യം ഉപയോഗിക്കുന്ന ആളുകളിൽ കുറച്ച് കാലം കഴിയുമ്പോഴാണല്ലോ ഇതിൻ്റെ മോശം അവസ്ഥകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുക. നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവും. കുറേ മദ്യപാനികൾ ചുറ്റുമുള്ള സമയത്ത് നമുക്കത് കൃത്യമാണ്. പക്ഷേ കേട്ടിട്ടുണ്ട്, മയക്കുമരുന്ന് ഉപയോഗം വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അഡിക്ഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയേക്കാം. അങ്ങനെയാണോ? അതിന് സാധ്യതയുണ്ട്, വളരെയധികം സാധ്യതയുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ മസ്തിഷ്കം ഈ മദ്യവും മയക്കുമരുന്നവും ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അതുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകും. അതിനെയാണ് ടോളറൻസ് എന്ന് വിളിക്കുന്നത്. ഈ പുറത്തുനിന്നുള്ള
മദ്യം, ആൽക്കഹോള്, കഞ്ചാവ് ഇതുമായിട്ട് അതിനോട് ചേർന്ന് പോകുന്ന പ്രക്രിയ അഡാപ്റ്റേഷൻ അത് മസ്തിഷ്കത്തിലുണ്ടാവും. അപ്പോൾ ഈ മസ്തിഷ്കത്തിലെ വിവിധ പ്രോട്ടീനുകളും ഈ പറഞ്ഞ റിസപ്റ്റേഴ്സൊക്കെ അതനുസരിച്ച് ബാലൻസ്ഡ് ആവും. ഓക്കെ, അതാണ് അഡിക്ഷനിലേക്ക് നയിക്കുന്നത്. ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ലേമാൻ ടൈമാണ്, അതായത് സാധാരണക്കാർ ഉപയോഗിക്കുന്നതാണ്. മെഡിക്കൽ സയൻസിൽ അതിനെ ഡിപ്പെൻഡൻസ് എന്നാണ് വിളിക്കുക. അപ്പോൾ മദ്യത്തോടൊരു ആശ്രിതത്വം വരും മസ്തിഷ്കത്തിന്. കഞ്ചാവായാലും ഈ പറയുന്ന മയക്കുമരുന്നുകളെല്ലാ മയക്കുമരുന്നുകളോടും മസ്തിഷ്കം ഒരു ആശ്രിതത്തിൻ്റെതായ ഒരവസ്ഥയിൽ ചെന്നുപെടും. അതാണ് അഡിക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അത് ഒറ്റ ഉപയോഗം കൊണ്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉപയോഗം കൊണ്ടല്ല അത് വരുന്നത്. പക്ഷേ ഇപ്പം കഞ്ചാവ് പോലത്തെ ലഹരി പദാർത്ഥങ്ങൾ ഒരു പ്രാവശ്യം തന്നെ ഉപയോഗിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ മെസോലിംബിക് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് അതിലേക്കുള്ള ആസക്തി പെട്ടെന്നുണ്ടാവും, ആഗ്രഹം കൂടിക്കൊണ്ടേയിരിക്കും, അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാനുള്ളത് വരും. മദ്യം കുറച്ച് പ്രാവശ്യം കൂടി ഉപയോഗിച്ചാൽ വരാം, ഏത് പദാർത്ഥത്തിനും അങ്ങനെ വരാം. ഒറ്റ ഉപയോഗം കൊണ്ട് തന്നെ നമ്മളെ അത് വശീകരിച്ച് കളയും. കുറേ വർഷങ്ങൾ തന്നെ ഉപയോഗിക്കണമെന്നില്ല. അത് ഇതിനൊക്കെ വ്യത്യാസമുണ്ടോ? അതായത് കഞ്ചാവ് എന്ന് പറയുന്നതും MDMA എന്ന് പറയുന്നതും LSD, അധികം പേരുകൾ അറിഞ്ഞുകൂടാ, ഈ പറയുന്ന സാധനങ്ങൾക്ക് ഓരോന്നിനും ഡിഫറെൻറ്റ് ഈ കാലയളവാണോ ഉള്ളത്? വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സൈക്കോളജിക്കൽ അഡിക്ഷൻ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒന്ന് കഞ്ചാവാണ്. മദ്യത്തിന് കൂടുതലും സൈക്കോളജിക്കലി ഇല്ല എന്നല്ല, പക്ഷെ ശാരീരികമായ ഒരു അഡാപ്റ്റേഷൻ വരും. അതുകൊണ്ടാണ് മദ്യം പെട്ടെന്ന് നിർത്തി കഴിയുമ്പോൾ വിറയൽ ഉണ്ടാവുന്നു, വേർക്കാൻ തുടങ്ങുന്നു, ഫിറ്റ്സ് വരാം, ഈ അപസ്മാരം. അതൊക്കെ ഈ ക്ലിനിക്കലി അഡിക്റ്റ് ആയ ഒരാൾ നിർത്തുമ്പോൾ ആണ് എല്ലാവരിലും അല്ല. ഇത് ഇങ്ങനെ ഈ വളരെ ഗൗരവമേറിയ മദ്യാസക്തിയുള്ള ആളുകളിൽ പെട്ടെന്ന് മദ്യം നിർത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ സിവിയർ വിഡ്രോവൽ സിംറ്റംസ്. അപ്പോൾ ആളുടെ പരിസരബോധം പോകാം. അത് വളരെ ഗൗരവമേറിയൊരു രോഗാവസ്ഥയാണ്. അതുപോലെ തന്നെ ഈ ആംഫിറ്റമിൻസ് അത് നിർത്തിയാലും ഈ പറയുന്ന ഈ MDMA പോലത്തെ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകാം. ഈ ഏത് മയക്കുമരുന്ന് ഉപയോഗിച്ചാലും ഒരു ഘട്ടം കഴിഞ്ഞ് പെട്ടെന്ന് നിർത്തുമ്പോൾ ഈ പറയുന്ന ഈ വെപ്രാളാവസ്ഥ, വിഭ്രാന്തി അല്ലെങ്കിൽ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകാം. ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ചില ആളുകളുടെ അനുഭവങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട്, പ്രത്യേകിച്ച് കുട്ടികളില്ലേ, ഒരു 2-3 ഉപയോഗത്തിന് ശേഷമൊക്കെ ഇവർക്കിത് കിട്ടാത്ത ഒരവസ്ഥ വരികയും വയലൻസിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന, പിന്നെ അതങ്ങ് തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് ഇത്തരം മയക്കുമരുന്നുകൾ? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഈ സൈക്കോസിസ് ഉണ്ടാവും. സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ മാനസിക വിഭ്രാന്തി, ഈ ചിത്തഭ്രമം, ഇതില്ലാത്ത കാര്യങ്ങൾ കേൾക്കുക, ഹലൂസിനേഷൻസ്, അതുപോലെ പാരനോയിഡ് എന്ന് പറയുന്ന വിശ്വാസങ്ങൾ, അതായത് ഇല്ലാത്ത മിഥ്യാധാരണകൾ. അയാൾ എന്നെ കൊല്ലാൻ വരുന്നു, അല്ലെങ്കിൽ ആളുകൾ എന്നെ ഉപദ്രവിക്കാൻ വരുന്നു, എന്നെ ഫോളോ ചെയ്യുന്നു, ഡെല്യൂഷൻസ് എന്ന് പറയാം. ഇത് ഈ പ്രതിഭാസം കൂടി എല്ലാം ചേർന്നതാണ് സൈക്കോസിസ്. അവരുടെ പെരുമാറ്റങ്ങളെല്ലാം മാറും, വളരെ വികലമായിരിക്കും, വിചിത്രമായിരിക്കും, സ്വന്തം കാര്യങ്ങൾ നോക്കില്ല, പിന്നെ പറഞ്ഞ പോലെ വയലൻ്റ് ആകാം. അത് കൂടുതലുണ്ടാക്കുന്നത് ആംഫിറ്റമിൻസ്, MDMA, പിന്നെ കഞ്ചാവ്, പിന്നെ ഈ വേറെ ഹല്ലൂസിനോജൻസ്, ഇപ്പോൾ LSD, ഈ പദാർത്ഥങ്ങൾ ഈ സൈക്കോസിസ് ഉണ്ടാക്കും. സൈക്കോസിസ് ഉണ്ടാക്കി കുറച്ച് കാലത്ത് ഉപയോഗം കൊണ്ട് തന്നെ ഒറ്റ സിംഗിൾ ഉപയോഗം മതി. അത്ര അപകടകരമാണ്. അതെ, അതിൻ്റെ ആ അളവിൽ ചെന്നാൽ ഈ പറയുന്ന സൈക്കോസിസ്. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് രോഗികളെ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളെപ്പോലുള്ള നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിൽ സൈക്കോസിസ് ആയിട്ട് ആളുകൾ വന്നാൽ നല്ലൊരു വിഭാഗം ആളുകളിൽ ഈ സൈക്കോസിന് കാരണം ഈ ഡ്രഗ്സിൻ്റെ യൂസാണ്. സിംഗിൾ യൂസ് കൊണ്ടുവരും. അത് വയലൻസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് സൊസൈറ്റിക്ക് ഉണ്ടാക്കുന്ന വേറെ വലിയൊരു അപകടം, ഇത് കഴിച്ച് കഴിഞ്ഞാൽ, MDMA ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഓവർ കോൺഫിഡൻസ് വരും, എനർജി കൂടുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവും, വലിയൊരു അനുഭൂതിയായിട്ട് അവർക്കത് തോന്നും. അപ്പോൾ അതിവേഗതയിൽ വാഹനം ഓടിക്കും. അങ്ങനെ നമ്മൾ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരുപാട് അപകടങ്ങൾ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഇപ്പം ഈ കഴിഞ്ഞ ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ ടെലിവിഷനിലൊക്കെ വന്ന വാർത്തയിൽ വിഷ്വൽസ് വരുമല്ലോ, അതിൽ നമ്മൾ കാണുന്നുണ്ട് വയലൻസ്
ചെറിയ കുട്ടികൾ, യുവാക്കളായിട്ടുള്ള അധികം പ്രായമുള്ള 30 വയസ്സ് താഴെയുള്ളൊക്കെ മനുഷ്യർ ഇങ്ങനെ ഭയങ്കര വയലൻ്റ് ആവുകയും സിസ്റ്റത്തിന് പേടിയില്ല, ഒരു സംവിധാനത്തെയും പേടിയില്ല, അക്രമം, കൊലപാതകം വരെയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള വളരെ ദാരുണമായൊരു സംഭവം ഉണ്ടായി. സ്കൂൾ കുട്ടികളായിരുന്നു അവർ. ഇത് പലപ്പോഴും പിയർ പ്രഷറിലാണല്ലോ മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങുന്നത്. 15-16 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ്. അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഇത് ഉപയോഗിച്ചു. പാതിരാത്രി എവിടെ നിന്നോ ഒരു കാറ് കട്ടെടുത്തു. അവിടുത്തെ റോഡുകളിൽ ഭയങ്കര സ്പീഡിൽ പോവാം, 160 km/h സ്പീഡിൽ കാർ ഓടിച്ച് ആ കാറ് ഒരു മതിലും വെച്ച് നിടിച്ച് അതിൽ 6 പേരുണ്ടായിരുന്നു. അവിടെ 5 പേര് കൂടുതലൊരു കാറിൽ സാധാരണ രീതിയിൽ ഇരിക്കാൻ പറ്റില്ല. ഇതിൽ 6 പേരുണ്ടായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടായില്ല. കാരണം ഈ മയക്കുമരുന്നിൻ്റെ ആ ഒരു ഉന്മാദാവസ്ഥയിൽ അതൊന്നും അവർ ശ്രദ്ധിച്ചില്ല. 6 കുട്ടികൾ മരിച്ചുപോയി വളരെ ചെറിയ പ്രായത്തിൽ. ഇതൊരു ഐസൊലേറ്റഡ് സംഭവമല്ല. അപ്പോൾ പലപ്പോഴും ഇവരുടെ ഈ അപകടകരമായ ഡ്രൈവിങ്ങിന് ഇരയാകുന്ന നിഷ്കളങ്കരായ മനുഷ്യരുണ്ട്. അങ്ങനെയുള്ളവരെ എനിക്കറിയാം. ഇത് വലിയൊരു ആപത്താണ്. കാരണം ഈ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ വളരെ സാധാരണമാണ്. പിന്നെ ഈ കൗമാരപ്രായത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചത്, ഈ മയക്കുമരുന്നിൻ്റെ ദുരുപയോഗത്തിന് ഏറ്റവും കൂടുതൽ വശംവദരാകുന്നത് ഈ കൗമാരപ്രായക്കാരാണ്, അഡോളസൻസ്. അതിന് കാരണമുണ്ട്. കാരണം ഇവരുടെ ബ്രെയിൻ അപ്പോഴും ഒരു വികാസത്തിൻ്റെ പാതയിലാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അതിന് ചെറിയ രീതിയിൽ ഇങ്ങനെ ശോഷണം വന്നു തുടങ്ങും. പക്ഷേ ഈ പ്രായം വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സമയമാണ്. ബ്രെയിൻ അപ്പോഴും വികസിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ആ സമയത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ പ്രായമുള്ള ഒരാൾ ഉപയോഗിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ദോഷഫലങ്ങളെക്കാൾ വളരെയധികം ഇരട്ടി ദോഷഫലങ്ങളാണ് കൗമാരക്കാരുടെ മസ്തിഷ്കത്തിലുണ്ടാകുന്നത്. അപ്പോൾ എത്രയും നേരത്തെയുള്ള ഉപയോഗം അത്രയും കൂടുതൽ അപകടകരമാണ്. അതൊന്ന്. പിന്നെ കൗമാരത്തിൽ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അത് മസ്തിഷ്കത്തിലുമുണ്ട്. നമ്മൾ പറയുമല്ലോ ഈ അഡോളസെൻ്റ് ക്രൈസിസ്. അപ്പോൾ ആ കുട്ടികൾക്ക് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണമെന്നുള്ള ഒരു ആവേശം ഉണ്ടാവും. അവരാണെല്ലാം ശരി, അതോറിറ്റീനെ അനുസരിക്കാതിരിക്കുക, ഒരു റിവോൾട്ട്. അത് ആ പ്രായത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. അപ്പം അതിൻ്റെയൊക്കെ കൂടെ ഇതും കൂടി ആവുമ്പോൾ, ഇങ്ങനെയുള്ള ഒരു ഇതും കൂടി വരുമ്പോൾ അവർക്ക് പലതും എക്സ്പെരിമെൻ്റ് ചെയ്യണമെന്നുണ്ടാവും. ഇതൊക്കെ പരീക്ഷിച്ച് നോക്കണം. അത് ഈ കൗമാരപ്രായത്തിൻ്റെ വേറൊരു സവിശേഷതയാണ്. ആപത്തിനെ തിരിച്ചറിയാനുള്ള ശേഷി കുറയുകയാണ് അവിടെ. വിവേചനശേഷി ഹൈ റിസ്ക് ആണ് ആ സമയം. അങ്ങനെ ആ കാരണങ്ങളാലാണ് ഈ ഒരു പ്രായവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അതിലേക്ക് പെട്ടെന്ന് വഴുതി വീഴുകയും ഇങ്ങനെയുള്ള അപകടങ്ങൾക്ക് ഇരയാവുകയും ചെയ്യുന്നത്. ഇതിൽ ജെൻഡർ ഡിഫറൻസ് ഉണ്ടോ? ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഈ തരം സംഗതികളിൽ വ്യത്യാസമുണ്ടോ? ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ പറയത്തക്ക വ്യത്യാസങ്ങളില്ല. കാരണം നമ്മൾ പുരുഷ സ്ത്രീ ഭേദമന്യേ ഈ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലെ സാഹചര്യം, അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഒരു പക്ഷേ കൂടുതലും ആണുങ്ങളിലായിരിക്കും ഇത് കണ്ടുവരുന്നത്. പക്ഷേ അതൊക്കെ ആ ട്രെൻഡൊക്കെ പോകണമെങ്കിലും മാറാം. കാരണം ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളുമാണ് അവസാനം ഇവിടെയും എത്തുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ അപ്പോൾ വേണമെങ്കിലും മാറാം. ഈ കഞ്ചാവും അതിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ലീഗലൈസ് ചെയ്തിട്ടുള്ള ഒന്നാണല്ലോ. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ, US തന്നെ ഒരുപാട് സ്റ്റേറ്റുകളിലൊക്കെ ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്ത് മെഡിസിനായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ MDMA ഒക്കെ തന്നെ ഒരു മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാന്നുള്ള ഗവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതും ഈ സിന്തറ്റിക് ഡ്രഗ്സും കഞ്ചാവ് പോലെയുള്ള സാധനങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഡിഫറൻസ് ഉണ്ടോ അപകടത്തിലൊക്കെ? MDMA പൊതുവേ പറയുകയാണെങ്കിൽ അത് ആംഫെറ്റമിൻ ഗ്രൂപ്പ് വളരെയധികം അപകടകാരികളാണ്. അവരിലാണ് ഈ സൈക്കോസിസ് ഒക്കെ സിംഗിൾ യൂസ് കൊണ്ടുവരികയും അതിഭീകരമായൊരു സൈക്കോട്ടിക് സ്റ്റേജിലേക്കൊക്കെ അവർ പോകുന്നതായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കഞ്ചാവും പ്രശ്നം തന്നെയാണ്. പക്ഷെ അതിൻ്റെ തീവ്രത കുറവാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുന്നവർ കുറേ ചിരിക്കും. പക്ഷെ പിന്നെ അവരുടെ ആ സംസാരമൊന്നും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ അർത്ഥങ്ങളൊന്നും. അതായത് പരസ്പര ബന്ധമില്ലാത്ത സംസാരങ്ങളും. കഞ്ചാവിലുള്ള വേറൊരു പ്രശ്നം, ഇങ്ങനെ വലിക്കുന്നത് കൊണ്ട് അത് ലങ് ക്യാൻസറിന് റിസ്ക് ഉണ്ട്.
അവിടെ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇവർ ഈ നീഡിൽസ് ഉപയോഗിച്ച് ഒരാൾ ഉപയോഗിക്കുന്ന നീഡിൽ വേറെ ആൾക്ക് എയ്ഡ്സ് ഒക്കെ പോലെ എയ്ഡ്സും പിന്നെ ഹെപ്പറ്റൈറ്റിസ് സി. ഓക്കെ. പിന്നെ പല രോഗികൾക്കും ഹെപ്പറ്റൈറ്റിസ് സി വന്നിട്ടുണ്ട്. അതിതാ കാരണം നീഡിൽ ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ്. അവരധികം ഈ MDMA പോലുള്ള പദാർത്ഥങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവർക്ക് പിന്നെ ലിവർ ക്യാൻസർ. അപ്പോൾ കഞ്ചാവിന് പക്ഷേ അങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുന്നൊരു ഇത് കുറവാണ്, സ്മോക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കഞ്ചാവ് ഉപയോഗിച്ചാലും സൈക്കോസിസ് വരാം. ഓക്കെ. പിന്നെ കൊക്കൈൻ ഉപയോഗിക്കുമ്പോഴും ഈ പറയുന്ന വിഭ്രാന്തി വരാം. പിന്നെ പെട്ടെന്ന് കൊക്കൈൻ നിർത്തുമ്പോൾ അതിന് ക്രാഷ് എന്ന് വിളിക്കും നമ്മൾ, അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ എല്ലാം പ്രശ്നമാണ്. NSPS എന്ന് പറയുന്ന ഒരു വിഭാഗം, അതായത് ന്യൂ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്, അത് ഇത് മൊത്തത്തിൽ പറയുന്നതാണോ? ഞാൻ അങ്ങനെ ഒരു ഇത് കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ സിന്തറ്റിക് ഡ്രഗ്സ്, അതായത് ഇപ്പോൾ പുതിയ നൂതനമായ ഒരു ഇതാണല്ലോ സിന്തറ്റിക് ഡ്രഗ്സ്. പണ്ട് കാലത്ത് 5000 വർഷങ്ങൾക്ക് വരെ മുമ്പുള്ള ചരിത്രം എടുത്ത് നോക്കിയാൽ ചെടികളിൽ നിന്നാണ് മനുഷ്യർ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് 20-ാം നൂറ്റാണ്ടിലാണ് ഈ സിന്തറ്റിക് ആയിട്ട് ഇത് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളെന്ന് ഇവയെല്ലാത്തിനെയും ചേർത്ത് പറയാം കളക്റ്റീവായിട്ട്. കാരണം ഈ പദാർത്ഥങ്ങളെല്ലാം മനസ്സിൽ നമ്മളുടെ മാനസികമായിട്ടുള്ള ഈ തരത്തിലുള്ള എഫക്റ്റുകൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസുകളെന്ന് വിളിക്കുന്നത്. വൺസ് നമ്മളിത് ഉപയോഗിച്ചു ഒരു അഡിക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്കൊക്കെ പോയി എന്ന് വിചാരിക്കാം, ഇത് ഏതെങ്കിലും തരത്തിൽ റിവേഴ്സിബിൾ ആണോ? ബ്രെയിനിൻ്റെ സ്ട്രക്ചർ റിവേഴ്സിബിൾ ആണോ? ഇത് പെർമനൻ്റ് ആയിട്ട് ഇതിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരുന്നുണ്ടോ? നമ്മൾ അതിനോട് ആ രീതിയിൽ അഡാപ്റ്റ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ മാറുന്നുണ്ടോ? അതും വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ അളവ്, ആദ്യത്തെ ഉപയോഗം തന്നെ വളരെ വലിയൊരു അളവിലാണെങ്കിൽ അതുണ്ടാക്കുന്ന ഡാമേജും കനത്തതായിരിക്കും. ഓക്കെ. അത് പൂർണ്ണമായിട്ടും ചിലപ്പോൾ നമുക്ക് പഴയപോലാവില്ല, അത് ഫിക്സ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ എത്രയും നേരത്തെ നിർത്തുന്നുവോ അത്രയും പെർമനൻ്റ് ഡാമേജിൻ്റെ ആ അളവ് കുറയ്ക്കാം. ഓക്കെ. വർഷങ്ങളോളം ഇപ്പോൾ ആൽക്കഹോള് വർഷങ്ങളോളം കഴിച്ച് ഡിമെൻഷ്യ ഉണ്ടായി കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും പിന്നെ അത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആൽക്കഹോളിൻ്റെ ഉപയോഗം നിർത്തിയാൽ തുടർന്നുള്ള മെമ്മറി ശോഷണം ഒഴിവാക്കാൻ പറ്റും. ഓക്കെ. അത് പിന്നെ ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം. നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ MDMA അതൊക്കെ ഉപയോഗിച്ച് നിർത്തിക്കഴിഞ്ഞാൽ പക്ഷേ സാധാരണ ജീവിതം തന്നെ തിരിച്ചു കിട്ടും. എൻ്റെ പല രോഗികളും നിർത്തിയവരും പിന്നെ ഒരു പുനർജന്മം പോലെ പുതിയൊരു ജീവിതം തുടങ്ങിയ ആളുകളുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിർത്തുന്നുവോ അത്രയും നമുക്ക് അതിൻ്റെ ആ ഒരു ക്ഷതം കുറയ്ക്കാൻ പറ്റും. ആൽക്കഹോള് സ്ഥിരം കഴിച്ചിട്ട് അതിൽ നിന്ന് മോചനം നേടിയ ഒരുപാട് പേരെ നമുക്കറിയാം. പക്ഷെ അത് അത്ര എളുപ്പമല്ല. അതിന് മരുന്നുകൾ കഴിക്കേണ്ടി വരും. പിന്നെ നമ്മളവിടെ അതിന് ലോങ് ടൈം റീഹാബിലിറ്റേഷൻ എന്ന് വിളിക്കും. 6 മാസമൊക്കെ ആ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ താമസിച്ച് എങ്ങനെയാണ് മദ്യമില്ലാത്തൊരു ജീവിതം കെട്ടിപ്പടുത്താൻ പറ്റുക എന്നുള്ളത് അവരെ പരിശീലിപ്പിച്ച് മരുന്നുകളുടെ സഹായത്തോടും, പിന്നെ ഇതിനൊരു വലിയൊരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ആളുകൾ ഈ മരുന്നിലേക്ക് പോകുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിയർ പ്രഷറാണ് ഒന്ന്. 2, പലപ്പോഴും ഈ അമിതമായ ആങ്സൈറ്റി ഉള്ള ആളുകളുണ്ട്, പാനിക് അറ്റാക്ക്, അങ്ങനത്തെ അത് രോഗമാണ്. അപ്പം അതിനെ നേരിടാനുള്ള ഒരു പ്രയത്നം പോലെയാണ് ഇവർ മദ്യവും മറ്റു മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മൂല കാരണം അതായിരിക്കും. അപ്പം നമുക്ക് ആ ആങ്സൈറ്റി ഡിസോർഡർ നേരാവണ്ണം ചികിത്സിച്ച് പറ്റില്ലെങ്കിൽ അതിനെ ഭേദമാക്കുകയോ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയോ ചെയ്താൽ ഒരു പക്ഷേ ഇവർ മയക്കുമരുന്ന്. ഈ ആങ്സൈറ്റി ഡിസോർഡറിനെ മറികടക്കാൻ ആക്ച്വലി ഇത്തരം മദ്യം കൊണ്ടോ മയക്കുമരുന്ന് കൊണ്ടോ സാധിക്കുന്നുണ്ടോ? ശാശ്വതമായിട്ടല്ല, തൽക്കാലത്തേക്ക് ഒരു ആശ്വാസമായിട്ട് അവർക്ക് അത് തോന്നാറുണ്ട്. ഇപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ റിലാക്സ്ഡായിട്ട് അവർ വരും. പക്ഷേ അതിൻ്റെ മറുവശമെന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന ഡാമേജ്, അതും വലിയൊരു ഡാമേജ് ആണല്ലോ. അതുകൊണ്ടാണ് ഈ മയക്കുമരുന്നുകളെ ആശ്രയിച്ച് ആങ്സൈറ്റിയെ നിയന്ത്രിക്കാതെ, ആങ്സൈറ്റിക്കുള്ള മരുന്നുകൾ വേറെ ഉണ്ടല്ലോ, വൈദ്യശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള നമ്മുടെയൊക്കെ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള കുറേ കൂടി സേഫായിട്ടുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ അതുപയോഗിച്ച് നമ്മൾ ആങ്സൈറ്റി അതുപോലെ വിഷാദം അതിനെയൊക്കെ നമുക്ക് ഭേദമാക്കാൻ പറ്റിയാൽ ഒരുപക്ഷെ ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം കുറയ്ക്കാം. ഓക്കെ. അതാണ് ഒരു പശ്ചാത്തലം. രണ്ടാമത്തെ പശ്ചാത്തലം, ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ
കാലാകാലമായിട്ട് നമ്മളുടെ കൾച്ചറലായിട്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങളും അല്ലെങ്കിൽ എല്ലാ ഭൂവിഭാഗത്തിലുള്ള ജനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് പലപ്പോഴും ഈ മയക്കുമരുന്നുകൾക്ക് ഒരു ഹീലിംഗ് ഇഫക്റ്റ് ഉണ്ടെന്നുള്ളത്. അത് കഴിച്ചാൽ കുറച്ചൊരു ചികിത്സ പോലെ. ഓപ്പിയം, കഞ്ചാവിനും അങ്ങനെ ഇപ്പൊ അതിൽ ചെറിയൊരു വസ്തുതയുണ്ട്. കാരണം ഇപ്പോൾ ഈ ഓപ്പിയം കറുപ്പ് ഉപയോഗിച്ചാൽ വേദന സംഹാരിയാണ്. അപ്പം അങ്ങനെ ഒരു വിശ്വാസം കാലാകാലങ്ങളായിട്ട് നിലനിന്ന് പോന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു വിശ്വാസമാണ്. ഇതൊരു ഹീലിംഗ് ഇഫക്റ്റ് ഉണ്ട്. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള ചടങ്ങുകളിലൊക്കെ ഇതുണ്ട്. ആരോ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് നമ്മൾ പൊതുവെ കണക്കാക്കുന്നത് ചക്രം കൊണ്ടാണല്ലോ ലോകം ഇത്രയും വികസിക്കുന്നത്. പക്ഷെ മനുഷ്യൻ ചക്രത്തിന് മുമ്പേ കണ്ടുപിടിച്ച ഒന്നാണ് വീഞ്ഞ്. 6000 വർഷങ്ങൾക്ക് മുമ്പേ വീഞ്ഞ് ഉൽപ്പാദിപ്പിച്ചതായിട്ട് തെളിവുകളുണ്ട്. അപ്പോൾ ഇവയ്ക്കൊക്കെ റിലീജിയസ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ചില വിശ്വാസ സംഹിതകളുണ്ട്. പിന്നെ പലപ്പോഴും സ്റ്റാറ്റസ്. ഇപ്പോൾ പണ്ടൊക്കെ സ്മോക്കിംഗ് ഒരു പൈപ്പൊക്കെ വെച്ച് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊണ്ടുനടക്കലുണ്ട്. ചില സിനിമകളിലൊക്കെ നമ്മൾ ഏതൊരു സിനിമയിലുണ്ട് മദ്യം കഴിക്കുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ്. അങ്ങനെയുള്ള എലമെന്റ് ഭയങ്കര കൂടുതലാണ് ഇതിനകത്ത് അല്ലേ. പലപ്പോഴും തമാശ കോണ്ടെക്സ്റ്റിലൊക്കെ ആയിരിക്കും അത് പറയുന്നത്. പക്ഷേ ഇതൊക്കെ കേൾക്കുന്നവരിൽ എങ്ങനെ ചെന്ന് തറയ്ക്കുന്നു എന്നുള്ളത് നമുക്ക് പലപ്പോഴും ഊഹിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമുണ്ട്. പിയർ പ്രഷറുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ പ്രോഗ്രസീവിസം, സമൂഹങ്ങൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഇതിനോടുള്ള മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗത്തോട് കുറേ കൂടി ഒരു ലീനിയൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ച് പല പാശ്ചാത്യ രാജ്യങ്ങളിലുണ്ട്. കുറേ കൂടി അതിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള, അത് വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ തരത്തിലുള്ളൊരു ഇതുണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, കഞ്ചാവ് ലീഗലൈസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ. നമ്മളുടെ നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ലിറ്ററേച്ചർ വായിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കുന്നത് ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയൊക്കെ ദോഷഫലങ്ങൾ വളരെയധികം കൂടുതലാണ് ഇങ്ങനത്തെ സമൂഹങ്ങളിൽ. കാരണം വഴിയിൽ ഹോംലെസ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഫെൻഡനൈൽ എന്ന് പറയുന്ന പദാർത്ഥം അതൊക്കെ ഉപയോഗിച്ച് ഈ മസിലുകളൊക്കെ ശോഷിച്ച് ഇവരിങ്ങനെ കൂനി നടക്കുക, നിവരാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഈ ഇത്തരം മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് അവസാനം ഇവർക്ക് മെമ്മറി നഷ്ടപ്പെടും, ജോലി കിട്ടില്ല, ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ സമൂഹത്തിലേക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ സമൂഹം നോക്കുകയും വേണം, നമുക്ക് കാര്യം ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സമൂഹം ഇവരുടെ ട്രീറ്റ്മെൻറ്റുമായിട്ട് അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതും സമൂഹം പേറണം. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ വരുന്നു, നമുക്ക് ചികിത്സിക്കണം. അവർ പക്ഷെ ചികിത്സിച്ചാലും പിന്നെയും അവരിതിലേക്ക് തന്നെ പോകുന്നൊരവസ്ഥയുണ്ട്. അത് വലിയൊരു അതിഭീകരമായ ഒരു സാമൂഹികമായ ഒരു ദൂഷിത വലയം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ഇത് പക്ഷേ ഒരു വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കാറില്ല. പലപ്പോഴും ഒരാൾ ഇങ്ങനത്തെ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അത് സമൂഹത്തെ ബാധിക്കും. കാരണം ഇൻടോക്സിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ അതൊരു വ്യക്തിയുടെ മാത്രം കാര്യമായി ഒതുങ്ങുന്നില്ല. ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പബ്ലിക്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം. ഈ പറഞ്ഞ പോലെ അമിത വേഗതയിൽ കാർ ഓടിച്ച് സിസ്റ്റത്തിനെ തന്നെ തകരാറിലാക്കും. നിഷ്കളങ്കരായ മനുഷ്യരുടെ ജീവൻ അപഹരിക്കുന്നു, സൈക്കോട്ടിക് ആവുന്നു, കൊലപാതകങ്ങളിൽ അവസാനിക്കുന്നു. അപ്പോൾ അതൊരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല, ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മാത്രം കാര്യമല്ല. അത് പരിഷ്കൃത സമൂഹങ്ങൾ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ്പം ബ്രെയിനിലെ എഫക്റ്റ് ഓർമ്മയെ ബാധിക്കുന്നു ഒക്കെ ചെയ്യുന്നു. മറ്റ് ശരീരഭാഗങ്ങളെ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയൊക്കെയാണ് ദോഷകരമായിട്ട് ബാധിക്കുന്നത്? അതിലിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മദ്യം അളവ് കൂടുന്തോറും ലിവർ സിറോസിസിന് കാരണമാകും. പിന്നെ പല ക്യാൻസറുകൾക്കും ഇത് മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മദ്യത്തിൻ്റെ ഇത് കൂടിക്കഴിഞ്ഞാൽ ഹൃദയധമനികളെ ബാധിക്കാം. പിന്നെ ഓഫ് കോഴ്സ് മസ്തിഷ്കത്തെ ബാധിക്കുന്നു. അതുപോലെ കഞ്ചാവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മോക്ക് ചെയ്ത് ലങ് ക്യാൻസർ വരുന്നു. ഈ ഫെൻറ്റനിൽ ഉപയോഗിക്കുന്നവർക്ക് മസിലിൻ്റെ ഇതിനെ ബാധിക്കുന്നു. ആംഫെറ്റമിൻസ് MDMA ഉപയോഗിച്ച് കഴിഞ്ഞാൽ രക്തസമ്മർദ്ദം പെട്ടെന്ന് കൂടും, ഹൃദയമെടുപ്പ് കൂടും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പലതും ഉറക്കത്തെ ബാധിക്കുന്നു, വിഷാദമുണ്ടാകുന്നു. അങ്ങനെ പല എഫക്റ്റുകളുണ്ട് ഇതിന്. ഇത്തരം ലഹരി സബ്സ്റ്റൻസസും സെക്ഷൽ ഏർജും എന്തെങ്കിലും തമ്മിൽ ബന്ധമുണ്ടോ? അത് പരസ്പരം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാധനമാണോ? ഷേക്സ്പിയറിൻ്റെ വളരെ പ്രസിദ്ധമായ 2 വരികളുണ്ട്.
ആൽക്കഹോൾ ഇൻഡ്യൂസസ് ഡിസയർ ബട്ട് ടേക്സ് അവേ പെർഫോമൻസ്. പലപ്പോഴും ഇങ്ങനത്തെ മയക്കുമരുന്ന് പദാർത്ഥങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആളുകളെ എത്തിച്ചേക്കാം. പിന്നെ പൊതുവായിട്ട് ഇത്തരം പദാർത്ഥങ്ങൾ നമ്മളൊരു സമൂഹത്തിൽ പെരുമാറുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടതായ ഒരു റിഫൈൻമെൻറ്റ്, നിയന്ത്രണങ്ങൾ, വിവേചന ബുദ്ധിനെ തകിടം മറിക്കും. ഓക്കെ. ഈ നിയന്ത്രണങ്ങൾ പലപ്പോഴും ഇതില്ല, ഈ പദാർത്ഥങ്ങൾ ചെല്ലുമ്പോൾ, മയക്കുമരുന്ന് ചെല്ലുമ്പോൾ ഇല്ലാതാകും. അയാൾ നിയന്ത്രണങ്ങൾ വിട്ട് വളരെ ഫ്രീ ആയിട്ടും അപകടകരമായ രീതിയിൽ ഫ്രീ ആയിട്ട് പെരുമാറാൻ തുടങ്ങും. അതായത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ സാമൂഹ്യ ജീവിതി എന്ന നിലയിൽ ഉണ്ടായിരിക്കേണ്ട നിയന്ത്രണങ്ങൾ തകിടം മറിയുമ്പോൾ അയാൾ നിയന്ത്രണങ്ങളില്ലാതെ പെരുമാറാൻ തുടങ്ങും. അപ്പോൾ ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട ആളെ ചിലപ്പോൾ കയറി പിടിക്കാം. അങ്ങനെ അയാളുടെ അയാളുടെ സോഷ്യൽ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടാം. മറ്റേ ആൾക്കത് വലിയൊരു മാനസികമായും ശാരീരികമായും ഡാമേജ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ മയക്കുമരുന്നുകൾ മസ്തിഷ്കത്തിൽ അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾക്ക് ആവശ്യം വേണ്ട ഒരു ഇൻഹിബിഷൻ ഉണ്ട്, നിയന്ത്രണം, അതില്ലാതാക്കുന്നു. അങ്ങനെ അത് സെക്ഷൽ ക്രൈമിലേക്കൊക്കെ നയിച്ചേക്കാം. ചിലപ്പോൾ ആൽക്കഹോൾ ഒരു മദ്യം അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ വസ്ത്രങ്ങളൊക്കെ ഉരുക്കളയാം. അങ്ങനത്തെ ഒരു ഡിസിൻഹിബിറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയും. അതിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെക്ഷൽ ഡിസിൻഹിബിഷൻ ഉണ്ടാവും. അങ്ങനെ ആ ഒരു ലൈംഗികമായൊരു വിവേചന ബുദ്ധി കാണിക്കേണ്ടടുത്ത് കാണിക്കാൻ പറ്റാതെ വരിക, അതും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ്. കുറേ കാലം ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ മനുഷ്യരിലുള്ള സെക്ഷൽ ഫങ്ഷൻസിനെ, റിപ്രൊഡക്റ്റീവ് ഫങ്ഷൻ, ഹോർമോൺസ്, അതിനെയൊക്കെ ബാധിക്കുന്നതിലൂടെ സെക്ഷൽ ഫങ്ഷനെയും അത് പ്രതികൂലമായി ബാധിക്കാറുണ്ട്. അത് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത. അപ്പോൾ ഒന്നുകൂടി ചിലപ്പോൾ അതിനെ ആ ഫ്രസ്ട്രേഷൻ മറികടക്കാൻ കൂടുതൽ മദ്യവും മയക്കുമരുന്നും കൂടുതൽ ഉപയോഗിക്കുന്നു. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ ഒരു വിഷ്യസ് സർക്കിളിലേക്ക് അത് പോകും. ഡി അഡിക്ഷൻ സെന്റേഴ്സ് അത് പാശ്ചാത്യ ലോകത്തും ഇവിടെയൊക്കെ വളരെ വ്യാപകമായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സക്സസ് റേറ്റ് എത്രത്തോളം ഉണ്ട്? അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മളിപ്പോൾ ആൾക്കാരും അത്യാസക്തനായ ഒരാളെ നമ്മൾ ആദ്യം വിചാരിക്കുക കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം, ചികിത്സയ്ക്ക് കൊണ്ടുപോകാം, ഇൻടോക്സിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കുന്നൊക്കെ നമ്മൾ വിചാരിക്കുമല്ലോ. ഇതിൻ്റെ ഒരു സക്സസ് റേറ്റ് എന്താണ്? മദ്യപാനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അൻഡബ്യൂസ് എന്ന് പറയുന്ന ഒരു മരുന്ന് ഉപയോഗിക്കുമായിരുന്നു, ഡൈസൾഫ്രാം. അത് നമ്മൾ കൊടുക്കുമ്പോൾ അവരോട് പറയാറുണ്ട്, ഇതിൻ്റെ കൂടെ മദ്യം ഉപയോഗിച്ചാൽ, ഈ മദ്യവും ഇതും കൂടി ഒരുമിച്ച് ചെന്നാൽ വളരെ ഗൗരവമായ പ്രശ്നങ്ങളുണ്ടാവും. പെട്ടെന്ന് ഛർദി വരിക, ഓക്കാനം വരിക, രക്തസമ്മർദ്ദത്തിൽ മാറ്റങ്ങൾ വരിക, അല്ലാത്തൊരവസ്ഥയത്. അപ്പം ഇത് ഇവർക്ക് അറിയാവുന്നത് കൊണ്ട് ഈ മരുന്ന് ഇവർ കഴിക്കാൻ തയ്യാറാകുമെങ്കിൽ, അവർ കഴിക്കുമെങ്കിൽ പിന്നെ അവർ ഈ മദ്യം ഉപയോഗിക്കില്ല. പേടിയാണ്, അത് ഫിയറിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ വിചിത്രം എന്ന് പറയട്ടെ, അത് അത് ഉപയോഗിച്ചാൽ ഒരു 50% പേരെങ്കിലും രക്ഷപ്പെടാറുണ്ട്. മദ്യം തൊടാറില്ല അവർ. പക്ഷെ അത് ഉപയോഗിക്കില്ല അല്ലേ? അത് അവരുടെ മോട്ടിവേഷൻ അനുസരിച്ചിരിക്കും. അത് മാത്രം അവരതിൽ ഡിറ്റർമൈൻഡ് ആണ് എന്നുള്ളത്. അവർ അതിൽ മോട്ടിവേറ്റഡ് ആണെങ്കിൽ ഈ മരുന്ന് ഉപയോഗിച്ചാൽ അവർ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്. പിന്നെ നാൽട്രക്സോൺ എന്ന് പറയുന്നൊരു മരുന്നുണ്ട്. അത് ഈ ആസക്തിയെ കുറയ്ക്കും, ക്രേവിങ്ങിനെ. അതും ഈ അമിത മദ്യപാനത്തിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്ന മരുന്നാണ്. പിന്നെ ഇപ്പോൾ പുതിയ മരുന്നുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ സെമാഗ്ലൂട്ടൈഡ് പോലത്തുള്ള മരുന്ന് അഡിക്ഷനിൽ പ്രയോജനകരമാണെന്ന് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ മദ്യത്തിൻ്റെ കാര്യത്തിലേ ഉള്ളൂ. അപ്പോൾ ഇത്തരം മരുന്നുകളുടെ കൂടെ ഈ റീഹാബിലിറ്റേഷനും സൈക്കോളജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം കൂടി വരുമ്പോൾ പല പഠനങ്ങളിൽ പല തോതാണ് കാണിക്കുന്നത്. എന്നാലും ഒരു പക്ഷേ 50% വരെ പേര് രക്ഷപ്പെട്ടേക്കാം. അത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഈ പറയുന്ന വ്യക്തിയുടെ മോട്ടിവേഷൻ, നന്നാവാൻ എന്തുമാത്രം അയാൾക്കുള്ള ആ ഒരു ആഗ്രഹം, ഫാമിലിയുടെ സപ്പോർട്ട്, സുഹൃത്തുക്കളുടെ സപ്പോർട്ട്, ഗവൺമെൻറ്റിന് എന്തുമാത്രം ഇങ്ങനത്തെ ചികിത്സകളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഔട്ട്കമാണത്. മറ്റ് മയക്കുമരുന്നുകളുടെ കാര്യത്തിൽ അത്രയധികം പഠനങ്ങളില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ സൈക്കോളജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ലോങ് ടൈം റെസിഡൻഷ്യൽ റീഹാബിലിറ്റേഷൻ, അതേപോലെ തന്നെ സുഹൃത്തുക്കളുടെയും ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട്, മദ്യത്തിനും മയക്കുമരുന്നിനും അതിലും പെട്ട ഒരാളെ അവർക്ക് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ പലരും രക്ഷപ്പെട്ടേക്കാം. അവരെ നമ്മൾ കൂടുതൽ അകറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അവരോടൊരു
പരിഗണന കാണിക്കാതിരിക്കുകയോ ചെയ്താൽ കൂടുതൽ വഷളാക്കുള്ളൂ. അവർ പിന്നെ സമൂഹത്തിൽ നിന്ന് അകന്ന് പോകും, കൂടുതൽ അപകടത്തിൽ ചെന്നപ്പെടും, അവർക്കും സമൂഹത്തിനും മൊത്തം. പക്ഷെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ കിട്ടുകയാണ്, കുറച്ചൊക്കെ ഒരു ബോധവൽക്കരണവും. പിന്നെ ഇവർ ഉപയോഗിക്കുന്ന 2 മാനസിക ഡിഫൻസുകളുണ്ട്. ഡിഫൻസുകൾ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ഡിഫൻസ്, ന്യായീകരണങ്ങൾ. അതിലൊന്നാണ് റാഷണലൈസേഷൻ വിളിക്കും. മദ്യമോ മയക്കുമരുന്നോ പിന്നെയും ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തൽ. ഇപ്പം ഞാനിന്ന് പരീക്ഷയ്ക്ക് തോറ്റു, വിഷമം മാറാൻ, പിന്നെയും പരീക്ഷ ജയിച്ചു, അപ്പോൾ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ. അങ്ങനെ അപ്പോൾ കാരണങ്ങൾ കണ്ടെത്തുന്നതിലൂടെ അവർ ഈ ലഹരി ഉപയോഗിക്കാനുള്ള, അത് ലഹരി ഉപയോഗിക്കുന്നതിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ് ഈ കാരണങ്ങൾ കണ്ടത്. പിന്നെ ഒന്ന് ഡിനയലാണ്, അതായത് നിഷേധമാണ്. ഇല്ല, ഞാൻ അങ്ങനെ കഴിക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, വളരെ കുറവേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ വലിയൊരു എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അതിനെ മിനിമൈസ് ചെയ്യുക, ഡിനൈ ചെയ്യുക, റാഷണലൈസ് ചെയ്യുക. ഇത്തരം സ്വാഭാവികമായിട്ടുള്ള സാധനമാണല്ലോ, എല്ലാവരിലും ഉണ്ടാവുന്ന. പക്ഷെ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ സൈക്കോളജിക്കൽ ഡിഫൻസുകളെ നമ്മൾ ബ്രേക്ക് ചെയ്യാനാണ് ശ്രമിക്കുക. അതിന് ഇപ്പോൾ നമ്മളിപ്പോൾ ലിവർ ടെസ്റ്റുകൾ കാണിച്ചു കൊടുത്ത്, നേരെ മുമ്പിൽ വെച്ച് കാണിച്ച്, അല്ലെങ്കിൽ സ്കാൻ ചെയ്യുമ്പോൾ ലിവറിൻ്റെ അവസ്ഥ എന്നതാണെന്ന് കാണിച്ച്, അങ്ങനെ പല മാർഗങ്ങളിൽ കൂടെ ഈ ഡിഫൻസുകളെ പൊളിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിലൊരു പിടി കിട്ടുള്ളൂ. അത് ചെയ്യാം. പക്ഷേ ഈ സുഹൃത്തുക്കളുടെയും ഫാമിലിയുടെയും സപ്പോർട്ട് വലിയൊരു ഇതാണ്. അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരെ പരിഗണനയോടുകൂടി വിശ്വാസത്തിലെടുത്ത് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ അഡിക്ഷൻ ഇപ്പോൾ ചില മാനസിക പ്രശ്നങ്ങൾക്ക് ആൻറ്റി ഡിപ്രസൻറ്റ് മരുന്നുകളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അത് അഡിക്ഷനിലേക്ക് ഡെവലപ്പ് ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെ അഡിക്ഷൻ ഉണ്ടാക്കുന്ന മരുന്നുകളല്ല. ഈ അഡിക്ഷൻ്റെ അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത്, ഒന്ന് അവയോടൊരു ക്രേവിങ് ഉണ്ടാവണം. നമുക്ക് അത് ആ ക്രേവിങ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഡിസയർ, എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ള. 2, ഈ ലഹരി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ, അതിൽ ആ മനസ്സിൽ അവയുണ്ടാക്കുന്ന ഇഫക്റ്റ്, അതൊരു ഉത്തേജനമാണ്, അല്ലെങ്കിൽ അനുഭൂതി, യൂഫോറിയ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഫീലിംഗ്. 3 എന്ന് പറയുന്നത് ഈ പദാർത്ഥങ്ങൾ പെട്ടെന്ന് കിട്ടാണ്ടായി കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഡ്രോവൽ ഇഫക്റ്റ് ഉണ്ടാകും, വിറയലും അപസ്മാരം അല്ലെങ്കിൽ അസ്വസ്ഥത. ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഈ അഡിക്ഷൻ എന്നുള്ള ഒരു സങ്കല്പം. അപ്പോൾ അതൊരു ആശ്രിതത്വമാണ്. ഈ പദാർത്ഥങ്ങൾ വേണം, ക്രേവിങ് ഉണ്ട്, വേണം, ഉത്തേജനം നൽകുന്നു, അതുകൊണ്ട് വേണം, പിന്നെ കിട്ടിയില്ലെങ്കിൽ ഈ വെപ്രാളം ഉണ്ടാകുന്നു, അതുകൊണ്ടും ഇത് വീണ്ടും ഉപയോഗിക്കണം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ അഡിക്ഷൻ വരുന്നത്. ആൻറ്റി ഡിപ്രസൻസ് മരുന്നുകൾ അങ്ങനെയുള്ളവയല്ല. അത് നമ്മൾ ബ്ലഡ് പ്രഷറിനും അല്ലെങ്കിൽ ഡയബറ്റീസിനൊക്കെ മരുന്ന് കഴിക്കുന്ന പോലുള്ള മരുന്നുകളാണ്. ഈ ചികിത്സ എൻ്റെ ഒരു തലത്തിലെത്തി, അവിടെ നിന്ന് പുറത്തു വരുന്നൊരു മനുഷ്യൻ ഞാൻ നന്നായേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് പുറത്തു വരുമ്പോൾ ഇയാളുടെ ചുറ്റും ഇത് അവൈലബിലിറ്റിക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പം എന്ത് സംഭവിക്കും? അതാണ് പ്രശ്നം, ഈ സോഷ്യൽ അവൈലബിലിറ്റി. കാരണം നമ്മളിപ്പോൾ ഈ മയക്കുമരുന്നിൽ പെട്ട പദാർത്ഥങ്ങളെ പറ്റിയും ബ്രെയിനിൽ അവയുണ്ടാക്കുന്ന ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞല്ലോ. പരിണാമപരമായിട്ട് അതിനൊരു പശ്ചാത്തലമുണ്ട്. ഇതിൻ്റെ അർത്ഥം മനുഷ്യന് നിലനിൽക്കാൻ ഇവ കൂടിയേ തീരൂ എന്നല്ലല്ലോ. അല്ല. കാരണം വളരെ ശക്തമായ നിയമങ്ങളുള്ള രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ സിംഗപ്പൂർ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, അവിടെയൊന്നും ഇതൊന്നും ഉപയോഗിക്കാത്ത ആളുകൾ ഒരുപാടുണ്ട്. ഇത് ജീവിതത്തിൽ തൊടുക പോലും ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പം മനുഷ്യന് ജീവിച്ചു പോകാൻ ഇത് വേണ്ട. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, ശാസ്ത്രീയപരമായിട്ട് ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരിൽ ജനറ്റിക് ആയിട്ടുള്ള ചില പ്രിഡിസ്പോസിഷൻ ഉണ്ടെന്നുള്ളത്. അതായത് അവരുപയോഗിക്കുന്നത് അവരുടെ ജനിതകപരമായ ഒരു കോൺട്രിബ്യൂഷൻ അതിലുണ്ട് എന്ന് പറയാറുണ്ട്, ജനറ്റിക്കായിട്ട് വരുന്നതാണ്. പക്ഷെ അങ്ങനെ ജീനുകളിൽ ഉള്ള ഇത് നമ്മളിൽ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന രാജ്യങ്ങളിലും സമൂഹങ്ങളിലും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഉപയോഗിക്കാത്തവർ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം ഇത് കിട്ടിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റൂ എന്നല്ലല്ലോ. അപ്പോൾ സോഷ്യൽ അവൈലബിലിറ്റിയാണ് ഇതിൽ വലിയൊരു ഇഷ്യൂ ഘടകം. എന്തുമാത്രം അത് അവൈലബിൾ ആകുന്നുവോ അത്രയും വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പം ഞാനൊക്കെ ഈ സൈക്യാട്രിക് ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് തന്നെ തോന്നാറുണ്ട്, ഇതൊരു സോഷ്യൽ പ്രശ്നമാണ്. നമുക്ക് ഒരാൾ മാത്രമായിട്ട് മരുന്ന് കൊടുത്ത് ഫിക്സ് ചെയ്യാവുന്ന ഒരു സംഭവമല്ല. അത് സോഷ്യൽ അവൈലബിലിറ്റിയിലാണ് ഇത് പലപ്പോഴും സംഭവിക്കുന്നത്. അത് ഗവൺമെൻറ്റുകളും അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സും
സമൂഹം കൂട്ടായിട്ടും ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. ഓസ്ട്രേലിയയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഡയറക്റ്റ് രോഗികളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ അവസ്ഥ അറിയുകയും ചെയ്യാം. ഇതിനോടുള്ള പ്രതികരണം ഉണ്ടല്ലോ രണ്ട് രാജ്യങ്ങളിലും. അതൊരു വികസിത രാജ്യമാണ്. പണം അത്ര വലിയ ഇഷ്യൂ അല്ല. ഇതിനു വേണ്ടി ചെലവാക്കാനുള്ള ഒരു വികസിത രാജ്യത്തിലെ പൗരന്മാരെ സംബന്ധിച്ച് ഒരു റിക്രിയേഷന് വേണ്ടിയോ എന്തിൻ്റെ പേരിലാണെങ്കിലും പണം ചെലവാക്കൽ വലിയ ഇഷ്യൂ അല്ല. ഇന്ത്യയെ പോലെയോ കേരളത്തിലെ പോലെയോ അല്ല. അപ്പം ഇത് തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അതിനോടുള്ള അപ്രോച്ചിൽ? ഇത് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു വിഷയം തന്നെയാണ്, അവൈലബിലിറ്റി. ഫ്രീലി അവൈലബിൾ ആകുക. ഇത് പറഞ്ഞ പോലെ മേടിക്കാനുള്ള റിസോഴ്സസ് ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം വല്ലാതെ കൂടും. അങ്ങനെ വരുമ്പോൾ ഒരു തലമുറയിൽപ്പെട്ട വലിയൊരു വിഭാഗം ആളുകൾ, അതും അധികവും ഈ ചെറുപ്രായക്കാർ, അവരുടെ ജീവിതം തന്നെ ഇത് നശിപ്പിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു ഇതിൽ പറയേണ്ടി വരും നമ്മൾ ഇൻ പ്രിൻസിപ്പിൾ. കാരണം ഇതുപയോഗിക്കുന്നവർക്ക് ജോലി, ഞാൻ പറഞ്ഞ പോലെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, പ്രൊഡക്ടിവിറ്റി ഇല്ല, പല അസുഖങ്ങളും വരുന്നു, അവരെ ചികിത്സിക്കാൻ സമൂഹം പൈസ ചെലവഴിക്കേണ്ടി വരുന്നു, വീണ്ടും അവരിതിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു തലമുറയിൽപ്പെട്ട വലിയൊരു വിഭാഗം ആളുകളുടെ ജീവിത ക്വാളിറ്റി ഓഫ് ലൈഫിനെയും പ്രോഡക്ടിവിറ്റിയെയും വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ. ഒരുപക്ഷെ ഇവിടെ അത്രയും വലിയൊരു സങ്കീർണമായൊരു പ്രശ്നത്തിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ എത്താനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ മെഡിക്കൽ ടേംസിൽ തന്നെ ചെയ്യട്ടെ. അതായത് പ്രൊഡക്ടിവിറ്റി കുറയും എന്ന് പറഞ്ഞല്ലോ, അതൊരു ഇഷ്യൂ ആണ്. അത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ഈ മദ്യത്തിൻ്റെ ഉപയോഗം ചെറിയ തോതിലോ വലിയ തോതിലോ ഉള്ള ആളുകളുടെ ക്രിയേറ്റിവിറ്റിയിൽ, പ്രൊഡക്ടിവിറ്റിയിൽ അവർ തൂങ്ങിയിരിക്കുന്ന സന്ദർഭങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക. അങ്ങനെ ഒരു സോഷ്യൽ എന്നുള്ളത് മാത്രമല്ല, പലതരത്തിൽ കുടുംബത്തിലാണെങ്കിലും ഒക്കെ എല്ലാവിടെയും ഇതൊരു വിഷയമായിട്ട് അതെന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അതായത് എങ്ങനെയൊക്കെയാണ് അതിനെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഒരു ചിത്രമുണ്ട്. അതായത് വലിയ ക്രിയേറ്റിവിറ്റി കൂടുതലുള്ള ആളുകൾ ഒരു പക്ഷേ ഇങ്ങനെ സ്മോക്കിംഗ് അല്ലെങ്കിൽ കഞ്ചാവ് അല്ലെങ്കിൽ മദ്യം, എത്രയോ ആർട്ടിസ്റ്റുകൾ കണ്ടുപിടിച്ച് മരിച്ചു പോയിട്ടുണ്ട്. അതെ, നമ്മൾ പലപ്പോഴും അതിൻ്റെ മറുഭാഗം കാണുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ കാണുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സൈഡായിരിക്കും. അയാൾ ഇങ്ങനെ വലിയൊരു രചന നടത്തി, അല്ലെങ്കിൽ വലിയൊരു ചിത്രം വരച്ചു, അല്ലെങ്കിൽ ഒരു കഥ എഴുതി. ശരിയാണ്, നമ്മൾ അവരുടെ സർഗാത്മകതയൊന്നും കുറച്ച് നിഷേധിക്കുന്നില്ല. പക്ഷെ മറുവശം നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒന്ന്, അവർ ഒരുപക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ ഈ പറഞ്ഞ ക്രിയേറ്റിവിറ്റിയോടുകൂടി മുന്നോട്ട് പോയി കുറേ കാലം കൂടി ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള ആളുകളായിരുന്നിരിക്കും. അതായത് ഈ മദ്യവും മയക്കുമരുന്നും അവരുടെ ജീവിതത്തെ കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഈ ക്രിയേറ്റിവിറ്റി തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഇല്ലാതാകുന്നവരുടെ കഥ ചിലപ്പോൾ നമ്മൾ കേട്ടൊന്നും വരില്ല. അതെ, നമ്മൾ അത് ക്രിയേറ്റിവിറ്റി കൂടിയ കഥകളായിരിക്കും നമ്മൾ കേൾക്കുന്നത്. എത്ര പേര് അതിൽ പെട്ട് നശിച്ചു പോയ ചിത്രങ്ങളും എടുക്കാതെ പോയ സിനിമയും നമ്മൾ അറിയില്ല. യഥാർത്ഥത്തിൽ ഈ മദ്യവും മയക്കുമരുന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് തൽക്കാലത്തേക്ക് ഒരു ഉത്തേജനം തരുന്നു എന്നൊരു തോന്നലുണ്ടാക്കാമെങ്കിലും ദീർഘകാലത്തേക്ക് നോക്കിയാൽ അതിങ്ങനെ ക്രമാനുഗതമായി ക്രിയേറ്റിവിറ്റിയും മെമ്മറിയും ലേണിങ്ങും എല്ലാം ശോഷിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. അവർക്കിതില്ലാതെ തന്നെ ആ ക്രിയേറ്റിവിറ്റി ഒരു പക്ഷേ ഉണ്ടാകുമായിരിക്കാം, പക്ഷേ ഇത് ചെല്ലും തോറും ഉള്ളത് ചിലപ്പോൾ കുറയുകയായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇത് അളവിലൊരു വസ്തുതയുണ്ട്. ഇതെന്ത് മാത്രം അളവിലാണത് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ ചെറിയ അളവിൽ അത് ഒന്ന് ഉത്തേജിപ്പിക്കാം. ഇതൊരു യു ഷേപ്ഡ് കർവ് പോലെയാണ്. കുറച്ചൊന്ന് ഉത്തേജിപ്പിക്കാം, പിന്നെ അളവ് കൂടുന്തോറും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന കാലയളവ് കൂടുന്തോറും താഴേക്ക് പോരാം. പക്ഷേ ഇതിൻ്റെ വലിയൊരു പ്രശ്നം, ആപത്ത് കിടക്കുന്നത് ഇത് സ്വയം നിയന്ത്രിക്കാൻ എത്ര പേർക്ക് പറ്റും എന്നുള്ളതാണ്. അളവായാലും സമയമായാലും ആ സ്വയം നിയന്ത്രണം ഇല്ലാതാവുന്നതോടുകൂടിയാണ് ഈ ശോഷണം തുടങ്ങുന്നത്. പലപ്പോഴും അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ചികിത്സയൊക്കെ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ തുടക്കത്തിലുള്ള സമയത്ത് നിന്ന് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു 10 വർഷമൊക്കെ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെടുത്ത് ചികിത്സയ്ക്ക് വരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട്? നല്ലൊരു വ്യത്യാസമുണ്ട്. കാരണം പണ്ടൊക്കെ പോയി 16-17 വയസ്സിലായിരുന്നു ഇതൊക്കെ ആദ്യം കണ്ടു തുടങ്ങിയെങ്കിൽ ഇപ്പോൾ അത് 12-13 വയസ്സായി. അയ്യോ, ആ ഒരു ഏജ്, ഡിക്ലൈൻ ഇൻ ഏജ്, ആ ഏജിൽ തന്നെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത അതാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ
ഇത് ഉപയോഗത്തിന് അടിമപ്പെടുന്നവർ അവർ ക്ലിനിക്കൽ ഇതിൽ വരുന്നുണ്ട്, സെറ്റിങ്സിലേക്ക് വരുന്നുണ്ട്. അത് ആലോചിച്ച് നോക്കണം. അവർ പഠിക്കുന്ന ആ ഘട്ടം, സ്കൂളിൽ പോകുന്ന, അതെ, ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഫേസിൽ കൂടെ കടന്നു പോകുന്നവരാണ് അവർ. അവരുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ഒരു ഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അതാണ് ജീവിതം താറുമാറാക്കുന്നത്. പിന്നെ ഒരിക്കൽ ഇതിൽ പെട്ടുപോയാൽ ഒരു പക്ഷേ കര കയറാൻ പറ്റാത്തവരായിരിക്കും പലരും. അതുകൊണ്ട് ഏറ്റവും ഏർലി ആയിട്ടുള്ള ഉപയോഗം ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ കുട്ടികളുടെ പ്രായം കുറഞ്ഞു വരികയാണ് ഇതിന് ഇരയാകുന്ന ആ പ്രായം. ഞാനൊരു ഭയപ്പെടുത്തലിൻ്റെ അംശമില്ല എങ്കിലും ചോദിക്കുകയാണ്, ഈ ലൈഫ് സ്പാൻ എന്തായാലും മരണത്തിലേക്കുള്ള ദൂരം എത്രത്തോളം കുറയ്ക്കുന്നുണ്ട് ഇതിനെ? കൃത്യമായൊരു കണക്ക് ഉണ്ടാകും, പക്ഷെ എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും പല കാരണങ്ങൾ കൊണ്ടും ലൈഫ് സ്പാൻ കുറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അമിതമായ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന സിറോസിസ്, അത് ഞാൻ 30 വയസ്സുകളിൽ പോലും സിറോസിസ് വന്ന് മരിച്ചവരെ എനിക്കറിയാം. 30 വയസ്സ്, 30s. അപ്പോൾ അത്രയും അളവിലുള്ള മദ്യം കഴിച്ചിട്ടുണ്ടാവണം. അപ്പോൾ എത്രയും യുവ തലമുറയിൽപ്പെട്ട ആളുകൾ, യുവത്വത്തിൻ്റെ ആ ഒരു ഘട്ടത്തിലാണ് അവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ലൈഫ് സ്പാൻ എന്തുമാത്രം കുറയ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കും. 30 വയസ്സിൽ തന്നെ ഒരാളുടെ ജീവൻ ഇല്ലാതാകുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഇത് 40-ലാകാം, 50-ലാകാം. പക്ഷെ അതെല്ലാം നമ്മൾ വാർദ്ധക്യം എന്ന് പറയുന്നതിൻ്റെ സാങ്കേതികമായൊരു 65 വയസ്സാണ്. അതിലേക്കൊന്നും എത്തുന്നില്ല. പിന്നെ ഈ MDMA പോലുള്ള ഇത് ഉപയോഗിക്കുന്നവർ സൈക്കോസിന് അടിമപ്പെടുന്നു, വിഷാദത്തിന് അടിമപ്പെടുന്നു, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, അങ്ങനെ ജീവിതം ഇല്ലാതാകുന്നു, ക്വാളിറ്റി ഓഫ് ലൈഫ് താറുമാറാകുന്നു. അപ്പോൾ നാനാർത്ഥത്തിലും ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നവയാണ് ഈ മയക്കുമരുന്നുകൾ. ഏതെങ്കിലും തരത്തിൽ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി എന്നുള്ള രീതിയിലാണല്ലോ ഈ പറഞ്ഞ സംഗതികളെല്ലാം ഉപയോഗിക്കുന്നത്. ഹാപ്പി ആവുക, അല്ലെങ്കിൽ ഫ്രീ ആവുക, സാമൂഹികമായ കെട്ടുപാടുകളിൽ നിന്ന് മോചനം ലഭിക്കുക എന്നൊക്കെ പറയുന്ന, അതൊന്നും അറിഞ്ഞിട്ടാവില്ല തുടങ്ങുന്നുണ്ടാവും. പക്ഷെ പിന്നീട് അതിന് തിയറിയൊക്കെ കണ്ടെത്തുക ഒക്കെ ചെയ്യുന്ന സംഗതി. എക്സസൈസ് ചെയ്യുന്നത് ഇതിനൊരു ബദൽ എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ശരീരം നമ്മൾ വ്യായാമത്തിലേക്ക് പോകുമ്പോൾ ഈ ഉത്തേജനം എത്രത്തോളം നടക്കുന്നുണ്ട്? രണ്ടും തമ്മിൽ ഇപ്പോൾ കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് സംഗതികളാണ്. എക്സസൈസിനുണ്ടാവുന്ന ഉത്തേജനവും മയക്കുമരുന്നിന്റെ അതൊരു സത്യത്തിൽ എനിക്ക് തോന്നാനുള്ള ഒരു കമ്പാരിസൺ ഉണ്ടെന്ന്. കാരണം എക്സസൈസ് ഉണ്ടാക്കുന്ന ബെനിഫിറ്റ്സ് വേറെയാണ്, അത് വേറെയാണ്, അതിന്റെ ദിശ തന്നെ വേറെയാണ്. ഓക്കെ. മയക്കുമരുന്നുകൾ കൊണ്ടുണ്ടാകുന്ന ഉത്തേജനം താൽക്കാലികവും കൂടുതൽ അപകടം നിറഞ്ഞതാണ്. നമ്മൾ എന്തിൻ്റെയും ബെനിഫിറ്റും ഡാമേജും കമ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ മയക്കുമരുന്നുകളുടെ ഡെഫിനറ്റ്ലി ഡാമേജ് ആയിരിക്കും കൂടുതൽ. ഞാൻ തിരിച്ചാ ചോദിച്ചേ, പോസിറ്റീവായിട്ട് ചോദിച്ചേ. അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുവാണെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതിലേക്ക് ആളുകൾ വരുവാണെന്നുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ ചോദിച്ചതാ. ഇതിന്റെ ഉപയോഗം കുറയ്ക്കാമെന്നാണോ അതോ ഇതിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാമെന്നാണോ? രണ്ടും. എക്സസൈസ് ചെയ്യുന്നവരിൽ ഇതിന്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. കാരണം ഇപ്പോൾ പലപ്പോഴും എക്സസൈസ് ചെയ്യുമ്പോൾ പലരും കൂടെ ആയിരിക്കും ചെയ്യുന്നത്. സമയം കണ്ടെത്തണം, സോഷ്യൽ എഫക്റ്റ് ഉണ്ട്. പിന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മൂഡൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം. അങ്ങനെ അതിൽ കൂടെ പിന്നെ പലർക്കും എക്സസൈസ് തന്നെ ഒരു അഡിക്ഷൻ ആണ്. അങ്ങനെയുണ്ട്, അതുണ്ട്. പക്ഷെ ഈ മറ്റതിന്റെ അത്രയും ദോഷഫലങ്ങളില്ല. അത് കുറച്ച് അഡിക്ഷൻ ഉണ്ടെങ്കിലും പക്ഷെ കണ്ടമാനം എക്സസൈസ് ചെയ്യുന്നതും പ്രശ്നം തന്നെയാണ്. രണ്ടിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ മിതമായ രീതിയിൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ മയക്കുമരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. എക്സസൈസ് മയക്കുമരുന്നുകളുടെ ദോഷഫലങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വയ്യ. ബ്രോഡ്ലി നോക്കിക്കഴിഞ്ഞാൽ, വിശാലമായ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മൾ സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു മെസ്സേജ്, ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, പ്രതികൂലമായ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാവും, ഒരുപാട് ഹാർഡ്ഷിപ്പ് ഉണ്ടാവും. അത് ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി ഒരു കയറ്റത്തിനൊരു ഇറക്കം ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ അതിനെ നേരിടാനും അതിൽ കൂടെ തുഴഞ്ഞു പോകാനുമുള്ള ആ ഒരു ഇച്ഛാശക്തിയും മനഃശക്തിയൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ ഈ ആങ്സൈറ്റി കൊണ്ടോ ഡിപ്രഷൻ കൊണ്ടോ അല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ടോ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കേണ്ടി വരില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു മെസ്സേജ് പടർന്ന് പന്തലിക്കുകയാണെങ്കിൽ ഈ ഇതിലേക്ക് പോകാനുള്ള സാധ്യതയും കുറയും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താ, ഒരു ക്വിക്ക് ഫിക്സ്, പെട്ടെന്ന് സ്ട്രെസ് വന്നു അപ്പോൾ മദ്യമോ മയക്കുമരുന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു സങ്കടമുള്ളൊരു വാർത്ത കേട്ടു
അപ്പോൾ ഇതിലേക്ക് തിരിയുക, അതാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഓക്കെ. ഈ സ്ട്രെസ്സിനെയും പ്രതിസന്ധികളെയും നേരിടുകയും അല്ലെങ്കിൽ അതിൽ കൂടെ തുഴഞ്ഞ് പോയി കരകയറാനുള്ള ഒരു ശേഷി കൈവരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അതിന് മെഡിക്കൽ സിസ്റ്റത്തിന് ഇപ്പോൾ സ്ട്രെസ് ഉണ്ടാവാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, ജീവിതത്തിൽ സ്ട്രെസ് അത് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവും, രോഗാവസ്ഥയായിട്ടും ഉണ്ടാവാം. അതിന് അത്രത്തോളം എക്യുപ്ഡ് ആണോ? അതായത് മദ്യം അവൈലബിൾ ആവുന്നത് കുറേ കൂടെ ഈസിയാണ്, ഇത്തരത്തിലുള്ളൊരു സപ്പോർട്ടീവ് സിസ്റ്റം അവൈലബിൾ ആവാൻ അത്ര ഈസി അല്ല എന്നുള്ളതും ഉണ്ടല്ലോ. നമ്മുടെ സിസ്റ്റം എത്രത്തോളം ഈവൻ പുറത്തുള്ള രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ അങ്ങനെ ഒരു സിസ്റ്റം നിലനിൽക്കുന്നുണ്ടോ, ഇവിടെ അങ്ങനെ ഉണ്ടോ? അതിൽ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. അപ്പം അതിൽ എഡ്യൂക്കേഷൻ ഒരു ഫാക്ടറാണ്, കൾച്ചർ ഒരു ഫാക്ടറാണ്, അവയർനെസ് ഒക്കെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന മെസ്സേജുകളും സപ്പോർട്ടും ഒരു ഫാക്ടറാണ്, ദാമ്പത്യ ബന്ധത്തിലുള്ള സ്റ്റെബിലിറ്റി ഒരു ഫാക്ടറാണ്, ജീവിതത്തോടുള്ള കാഴ്ചപ്പാടും നമ്മുടെ ഫിലോസഫി അതൊരു ഫാക്ടറാണ്. ഇതെല്ലാം കൂടി കൂടിച്ചേരുമ്പോഴാണ് ഓരോ വ്യക്തിക്കും പ്രതിസന്ധികളെ നേരിടാനുള്ള യുണീക്കായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റിസോഴ്സസും സ്ട്രാറ്റജീസും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ മദ്യവും മയക്കുമരുന്നും എല്ലാം അത് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ 100 പേര് ഉപയോഗിച്ചാൽ 100 പേരെയും ഒരേപോലെ അല്ല ബാധിക്കുന്നത്. അപ്പം അതിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ജനറ്റിക് ആയിട്ടുള്ള വൾണറബിലിറ്റി ഉള്ള ആളുകളുണ്ടാവും, പേഴ്സണാലിറ്റി കൊണ്ട് വൾണറബിൾ ആയിട്ടുള്ള ആളുകളുണ്ടാവും, പിയർ പ്രഷർ കൊണ്ട്, അങ്ങനെ പലതരത്തിലും ദൗർബല്യം ഉള്ള ആളുകളുണ്ടാവും. അവരായിരിക്കും ഒരുപക്ഷെ ഇതിന് കൂടുതൽ പെട്ടുപോകുന്നത്. എല്ലാവരും ഒരേപോലെ അല്ല പെട്ടുപോകുന്നത്. അപ്പോൾ പക്ഷേ സമൂഹത്തിൽ മൊത്തത്തിൽ ബ്രോഡായിട്ട് ഒരു കൾച്ചർ ഉണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഇന്നതിലേക്ക് പോകാം. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇൻഡിവിജ്വലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനസികമായ റിസോഴ്സസ് ഉള്ള ഒരു പ്രവണതയാണ് ബ്രോട്ടപ്പ് ചെയ്യപ്പെടുന്നതും അവരിതിനെ നേരിടാനും അതിജീവിക്കാനും കരുത്തുള്ള എല്ലാവരും അല്ല, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരിതൊക്കെ അതിജീവിച്ച് പോകും. അവർക്ക് മദ്യം മയക്കുമരുന്നോ വേണമെന്നില്ല, പലപ്പോഴും സോഷ്യൽ സപ്പോർട്ടായിരിക്കും, അല്ലെങ്കിൽ അവർ സ്വയം അതിനെ നേരിടും. അപ്പോൾ ആ ഒരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കേണ്ടത്. ഇനി പിന്നെ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ടല്ലോ. അപ്പോൾ കൗൺസിലിങ് അല്ലെങ്കിൽ ലൈഫ് ലൈനെ വിളിക്കുക, അങ്ങനത്തെ സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ട്, അതിനെ സമീപിക്കുക. ആ ഒരു സോഷ്യൽ കൊഹീഷൻ ആവശ്യമുണ്ട്, അത് ഇതിൽ വലിയൊരു ഫാക്ടറാണ്. ഓക്കെ. അതിൻ്റെ ഒപ്പം തന്നെ പറയേണ്ട ഒരു സാധനമാണ് ഒരു സ്റ്റേറ്റിൻ്റെ ലോ ആൻഡ് ഓർഡർ സംവിധാനം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇതിനു മുമ്പും ഇതുപോലത്തെ ഒരുപാട് ശ്രമങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിൽ ഈ ലോ ആൻഡ് ഓർഡർ സംരക്ഷിക്കുമെന്ന് നമ്മൾ കരുതുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ പോലീസാണെങ്കിൽ അങ്ങനെ പുറത്തുള്ളതിനെ അതിൻ്റെ അത് നോക്കുന്ന ഒരു സിസ്റ്റം, അതിനകത്തൊക്കെ തന്നെ ഉണ്ടാവുന്ന ലൂപ്പ് ഹോൾസും അതിനകത്തെ പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ഈസി അവൈലബിലിറ്റിക്കും ഇതിൻ്റെ ട്രാഫിക്കിങ്ങിനും ഒക്കെ കാരണമാവുന്നുള്ള പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു അനുഭവത്തിൽ എന്താണ് അങ്ങനൊരു? അത് ഈ പറഞ്ഞ പോലെ ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ്. ചില രാജ്യങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ സിംഗപ്പൂർ പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഈ മദ്യമുണ്ട്, അവിടെ അവൈലബിളാണ്, പക്ഷെ മറ്റു മയക്കുമരുന്നുകൾ അതൊക്കെ വളരെ കർശനമായിട്ടുള്ള നടപടികളുള്ള രാജ്യമാണ്. അവിടെ ഇത്തരത്തിലുള്ള ഈ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള ക്രൈം താരതമ്യേന വളരെ കുറവാണ്. അപ്പോൾ ലോ എൻഫോഴ്സ്മെൻറ്റിൽ എന്തുമാത്രം ഈ മോഡറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മിതമായ നിലപാടുകൾ സ്വീകരിക്കുന്നുവോ അത്രയും അത് ഈ മയക്കുമരുന്നുകളുടെ ഉപയോഗം ശക്തിപ്പെടും. കർശനമാവുന്ന വേണം. കർശനമാകുന്നതോറും അതിൻ്റെ, പക്ഷെ അത് ഈ പറഞ്ഞ പല വിവാദങ്ങളിലേക്കും നയിക്കാം. എന്തുമാത്രം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു, നിയന്ത്രിക്കുന്നു, എന്തുമാത്രം നമ്മൾ വിശാലമായിട്ട് പബ്ലിക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നു. ഈ രണ്ട് ഇതും തമ്മിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ല അല്ല, അത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. യഥാർത്ഥത്തിൽ തന്നെ നമുക്ക് കണ്ടുവരും. എനർജി ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, പല ബ്രാൻഡുകളിലുള്ള എനർജി ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബിയർ പോലെ താരതമ്യേന ആൽക്കഹോളിൻ്റെ അംശം കുറവായിട്ടുള്ള ഡ്രിങ്ക്സ്, ഇതൊക്കെ അഡിക്ഷനിലേക്ക് നയിക്കുകയോ അല്ലെങ്കിൽ ഇതിനെ ഒരു മദ്യത്തിൻ്റെ ലെവലിൽ കാണേണ്ട കാര്യമുണ്ടോ? അത് എന്തെങ്കിലും തരത്തിലുള്ള റിക്രിയേഷൻ ഉണ്ടാക്കുന്നുണ്ടോ? അതിലിപ്പോൾ വേറൊരു ഇത്, ഈ കൊക്കക്കോള, അതിൽ കഫീൻ, കാപ്പി അറിയാലോ, അത് അത്യാവശ്യം ഈ പറഞ്ഞ ഭാഗത്തിൽപ്പെട്ടൊരു പദാർത്ഥം തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ലോകത്ത് കൺസ്യൂം ചെയ്യപ്പെടുന്ന സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് കഫീൻ. ചോക്ലേറ്റും അങ്ങനെ തന്നെയാണെന്ന്. അതിലൊക്കെ ഇതിൽ നിന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളുണ്ട്. അപ്പം ഈ പറയുന്ന കൊക്കക്കോളയിലൊക്കെ ചെറിയൊരളവിൽ കഫീൻ ഉണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാമോ എന്ന് ചോദിച്ചാൽ
കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ അതൊരു ഫാക്ടറാണ്. ലോ എനർജി അല്ലെങ്കിൽ ഇപ്പോൾ ലോ ആൽക്കഹോൾ, അതിൽ തന്നെ ഇപ്പോൾ ആൽക്കഹോൾ എന്ത് മാത്രമുണ്ട് എന്നുള്ളതും ഒരു ചോദ്യമാണ്. ലോ ആണെങ്കിലും ഉണ്ടോ ഇല്ലയോ എത്രയുണ്ട് എന്നുള്ളത്. അല്ലാതെ ഇപ്പോൾ എനർജി ഡ്രിങ്ക് ആസച്ച് പറയുന്ന അഡിക്ഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഓക്കെ, അങ്ങനെ എനർജി ഉണ്ടാക്കുമോ? എനർജി ഉണ്ടാക്കാം. അതിലിപ്പോൾ ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ ഇത് മാത്രം ഷുഗർ, അല്ലെങ്കിൽ മറ്റ് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് എന്നുള്ളതനുസരിച്ച് എനർജി ഉണ്ടാക്കാം. പിന്നെ ആൽക്കഹോൾ തന്നെ ഒരു എനർജി ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ആൽക്കഹോൾ തന്നെ നമ്മളുടെ ഷുഗർ, ഗ്ലൂക്കോസിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എനർജി ആൽക്കഹോളിൽ നിന്ന് കിട്ടുന്നുണ്ട് യഥാർത്ഥത്തിൽ. ഈ ബ്രെയിൻ ഫങ്ഷൻ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരം സംഗതികൾ കഴിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? എല്ലാത്തിനും പൊതുവായിട്ടുള്ള ഇഫക്റ്റ് എന്ന് പറയുന്നത് ഉത്തേജനമാണ്, ലഹരി. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ലഹരി എന്ന് പറയുന്നത് ഈ പദാർത്ഥങ്ങളിൽ നിന്ന് മാത്രമല്ല, ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് മാത്രമല്ല. ഇതേ ലഹരി തന്നെ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സസൈസിൽ നിന്നുണ്ടാകാം, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നു, ലൈംഗികമായ ഇതിൽ നിന്നുണ്ടാകുന്നു, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നു, സോഷ്യൽ ഇൻട്രാക്ഷനിൽ ഉണ്ടാകുന്നുണ്ട്. ആളുള്ള മനുഷ്യനെ സാമൂഹിക ജീവിയാക്കുന്നത് തന്നെ. അപ്പം ഈ ലഹരി എന്ന് പറയുന്നത് കൂടെ നമ്മൾ ലഹരി ഉപയോഗിക്കില്ല. പാട്ട് ലഹരിയാണ്, വായന ലഹരിയാണ് ആണ്. അപ്പോൾ അത് ലഹരി എന്നുള്ളത് വിശാലമായൊരു അനുഭവമാണ്. പക്ഷെ ഇതിനെല്ലാത്തിനെയും കൂട്ടിയിണക്കുന്ന പദാർത്ഥമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോപ്പമിൻ, അതുപോലെ സെറട്ടോണിൻ, ഇങ്ങനത്തെ പദാർത്ഥങ്ങളുണ്ട്. ആ അനുഭൂതി, അതാണ് ലഹരിയുമായി ബന്ധപ്പെട്ട കോമൺ ആയിട്ടുള്ള ഒരു എലമെൻറ്റ്. ഈ ലഹരി എന്നുള്ളത് വളരെ വിശാലമായൊരു ഇതായിട്ട് നോക്കുമ്പോൾ മസ്തിഷ്കത്തിൽ ഇപ്പോൾ ഈ എന്താണ് മസ്തിഷ്കത്തിൽ ഉണ്ടാക്കുന്നതെന്നാണുള്ള ചോദ്യം. അത് ഈ ലഹരിയാണ്. അത് അത് എക്സ്പീരിയൻഷ്യലാണ്. അത് നമുക്കിപ്പോൾ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിലേക്ക് ചുരുക്കി കെട്ടാൻ പറ്റില്ല. അല്ലെങ്കിൽ മസ്തിഷ്കത്തിൻ്റെ ഒരു സർക്യൂട്ടിലേക്ക് മാത്രമായിട്ട് അതിനെ ഒതുക്കാൻ പറ്റില്ല. അതൊരു വിശാലമായൊരു അനുഭവപരമായൊരു പ്രതിഭാസമാണ്. പേഴ്സണലി ചോദിക്കുകയാണെന്നുണ്ടെങ്കിലേ, ഇപ്പോൾ ഡോക്ടർക്ക് ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. ഓരോ ട്രാൻസ്മിഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ ലഹരി കണ്ടെത്തുന്നത് എന്താ? അത് ഈ ക്ലിനിക്കലി നിങ്ങൾ ഇങ്ങനെയാണെന്ന് ആലോചിക്കാറുണ്ടോ? അപ്പോൾ ഒരു മെക്കാനിക്കിനെ സംബന്ധിച്ച് വണ്ടി ഓടിക്കുമ്പോൾ ഇതിൻ്റെ സാധനങ്ങളൊക്കെ കറങ്ങുന്നുണ്ടാവും എന്ന് ആലോചിക്കുന്നതൊക്കെ പോലെ നിങ്ങളുടെ ഒരു അനുഭൂതിയിലേക്ക് ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് പോകാറുണ്ട്. നമുക്ക് പലപ്പോഴും അറിവ് അത് നമ്മളെ പലതരത്തിലാണല്ലോ ബാധിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു ഇൻവിറ്റേഷൻ ഇല്ലാതെ കടന്നു വരും. അപ്പോൾ നമ്മൾ ആലോചിച്ച് പോകുമ്പോൾ എന്തുകൊണ്ട് അപ്പം നമ്മുടെ വിജ്ഞാനം എപ്പോഴും നമുക്കൊരു അസറ്റാണ്. അപ്പോൾ അത് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി തരും. അതിൽ ചാരിതാർത്ഥ്യം ഉണ്ടാവാറുണ്ട്. പക്ഷെ അതേസമയം തന്നെ അറിയാത്ത കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കൊരു നിഗൂഢതയുണ്ട് അതിൽ. അതും നമ്മളുടെ എക്സിസ്റ്റൻസിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ രണ്ടും കൂടി ചേർന്നതാണ് ഈ അനുഭവവും അവയർനെസ്സും. തിരിച്ചോ, ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നവർ, ഇപ്പം എനിക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്ന ഡോക്ടർക്ക് ഏത് തരത്തിലാണ് മനസ്സിലാവുക എന്ന് വെച്ചാൽ, രോഗികളായിട്ട് ഇരിക്കട്ടെ അല്ലെങ്കിൽ മുമ്പിലിരിക്കുന്ന ആളുകൾ, നമ്മുടെ ചുറ്റും നിൽക്കുന്ന കുടുംബത്തിലെ ആൾ, ഭാര്യ, അങ്ങനെ ആരും ആയട്ടെ, അവരിലുണ്ടാവുന്ന ചേഞ്ചസ് ഉണ്ടല്ലോ, ഇതെല്ലാം കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് എനിക്ക് മനസ്സിലാവില്ല, പക്ഷെ ഡോക്ടർക്ക് മനസ്സിലാവുമല്ലോ. അപ്പം നിങ്ങൾ മറ്റുള്ളവരെ എങ്ങനെയാണ് പരിഗണിക്കുക? ഇതെല്ലാ സമയത്തും നമ്മൾ ഇതിന്റെ മെറ്റീരിയലിസ്റ്റിക് ഇതിലേക്ക് പോയാൽ അത് ജീവിതം മുന്നോട്ട് പോകില്ല. അതിലൊരു ക്വാളിറ്റി ഇല്ല, പറഞ്ഞ മസാല ഇല്ല എന്നുള്ളൊരു ഇത് വരും. അപ്പോൾ പൂർണ്ണമായിട്ടും അതിനെപ്പറ്റി ചിന്തിക്കാൻ പോയാൽ പ്രശ്നമാവും. നമുക്കതൊരു മോണോട്ടോണസ് അല്ലെങ്കിൽ ടു മെറ്റീരിയലിസ്റ്റിക് ആയി. പക്ഷെ ഒരു രോഗാവസ്ഥ ഒരു മുന്നിൽ നിൽക്കുന്ന ഒരാൾക്കുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ഈ ഉന്മാദം, മാനിയ പോലുള്ളതൊക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഈ പല മയക്കുമരുന്നുകളും കഴിച്ചാൽ മാനിയ പോലത്തെ ഉന്മാദം അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇത് ഉപയോഗിച്ച ആൾക്കാരെ, മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ച ആളുകളെ കാണുമ്പോൾ ചിലപ്പോൾ തിരിച്ചറിഞ്ഞോളണമെന്നില്ലല്ലോ. ചിലവരെ വളരെ വിസിബിൾ ആയിട്ടിരിക്കുകയും ചെയ്യും. അതൊരു ഡോക്ടറുടെ അനുഭവത്തിൽ അത് കണ്ടാൽ മനസ്സിലാവോ? പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റാറുണ്ട്. അപ്പോൾ അത് ശരിയുമായിട്ടുണ്ട്. കാരണം ഇപ്പം എനിക്കിപ്പോൾ കാണുമ്പോൾ തന്നെ 100% അല്ലെങ്കിൽ പോലും ഇപ്പം ഈ ആൾ ഇത് എന്തോ ഇങ്ങനെ അല്ലെങ്കിൽ കഞ്ചാവാണ്, അല്ലെങ്കിൽ MDMA ആണ്, അല്ലെങ്കിൽ ആൽക്കഹോളാണ് എന്ന് നമുക്ക് പലപ്പോഴും പറയാൻ പറ്റും, ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റും. കാരണം ആ ഒരു സെറ്റ് ഓഫ് സിംറ്റംസ് കാണുമ്പോൾ അത് ശരിയാണെന്ന് പറയാൻ കാരണം നമ്മൾ ഇവരുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ യൂറിനിൽ ഇന്നതാണെന്ന് കറക്റ്റായിട്ട് അവർ കണ്ടെത്തും. ഇപ്പോൾ ഇതിൽ ആംഫിറ്റമിനാണ്, അല്ലെങ്കിൽ
ഹീറോയിനാണ് എന്ന് അവർക്ക് ഓക്കെ അറിയാൻ പറ്റും. പരിചയം കൊണ്ടുള്ളൊരു അതെ. അപ്പോൾ നമ്മളിത് രണ്ടും വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് നമ്മൾ നമ്മളുടെ നിഗമനം ആയിരുന്നു ശരി. ചിലപ്പോൾ അല്ലാതെയും വന്നിട്ടുണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ. പക്ഷെ മിക്കവാറും നമുക്കത് പറയാൻ പറ്റും. ഇങ്ങനെ വരുന്ന ആളുകളെ അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ കുറെ ആളുകളെ? അല്ല, ഈ MDMA കഴിച്ചിട്ടുണ്ടാകുന്ന സൈക്കോസിസ് അല്ലെങ്കിൽ കഞ്ചാവ് അതൊക്കെ ഒരാഴ്ചക്കൊക്കെ ഉള്ളിൽ അതങ്ങോട്ട് മാറും. എന്നിട്ട് പ്രശ്നം വീണ്ടും ഇവരിത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ വന്നത് ആ സൈക്കോസിസ് ഒക്കെ മാറും. ചിലപ്പോൾ നമ്മൾ ആൻറ്റിസൈക്കോട്ടിക് മെഡിക്കേഷൻ ഉപയോഗിക്കേണ്ടി വരും, അല്ലാതെ ക്രമസക്തമാകുമ്പോൾ. അല്ലാതെ അത് അങ്ങനെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കാറില്ല, മാറും. ഒരാഴ്ചക്കുള്ളിൽ അതൊക്കെ അത് മാറും. ആ പെട്ടെന്നുള്ള ഇൻടോക്സിക്കേഷനും ആ എഫക്റ്റുകളൊക്കെ താൽക്കാലികമാണ്. വലിയൊരു ആപത്തെന്ന് പറയുന്നത് വീണ്ടും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വാസ്തവികത എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ട് ചോദിക്കുക. ഈ കുട്ടികളിൽ മയക്കുമരുന്ന് ലഭ്യമാവുന്ന സമയത്തെ ആദ്യം ഇതിൻ്റെ ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള മയക്കുമരുന്ന് എന്നുള്ള രീതിയിലല്ല, അതിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള പലതരം സാധനങ്ങൾ ഇവരിലേക്ക് കൊടുത്ത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? എന്താണ് അതിൻ്റെ ചെറിയ അളവിൽ കൊടുക്കുകയോ? ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ മിഠായിയാണ് കഴിച്ചത് എന്ന് പറഞ്ഞൊരു കുട്ടിയെ എനിക്കറിയാം, പക്ഷെ അത് ഡ്രഗ് ആയിരുന്നു എന്നുള്ളത്. അതിൻ്റെയൊക്കെ ഒരു വാസ്തവത അങ്ങനെ രൂപം മാറ്റിയൊക്കെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ റിപ്പോർട്ടുകൾ ന്യൂസുകളൊക്കെ ഉണ്ട്. കാരണം ചെറിയ അളവിൽ കൊടുത്ത് പലപ്പോഴും ടൂറിസ്റ്റുകളെയും അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്ത് അവരെ കുറേ കഴിയുമ്പോൾ ചിലതൊക്കെ ഒരു മയക്കം ഉണ്ടാക്കും, പിന്നെ അവരെ മുതലെടുക്കുക, അങ്ങനെയുള്ള പിന്നെ ഇതിലേക്കുള്ള ഒരു ലോബിങ്ങും പിന്നെ സ്വാർത്ഥ താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറിയ അളവിൽ കൊടുത്ത് അവരെ ഇതിലേക്ക് വശമതരാക്കി പിന്നെ അതെ അതിൽ നിന്നുണ്ടാകുന്ന മറ്റ് ഇഫക്റ്റുകളിലേക്ക് മുതലെടുക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ സംഭവിക്കാം. അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. ചെറിയ അളവിൽ കൊടുത്ത് ഇങ്ങനെ പിന്നെ അത് വലിയൊരു ഇതായി മാറുന്ന അവസ്ഥ ഉണ്ടാകാം.